തുടങ്ങട്ടെ. യം ശൈവാ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. പലവിധത്തിലും അറിയപ്പെടുന്നവനും പറയപ്പെടുന്നവനുമായ ത്രിലോകനാഥനായ ഹരി നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തമമായിരിക്കുന്ന അഭിലാഷങ്ങൾ ഈ മംഗളസ്തുതിയുടെ അവസാനത്തെ അനുഗ്രഹസൂചകമായ പ്രസ്താവന. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. ഹരിഃ ഓം ഹരിഃ ഓം. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നത് പോലെ ഇവിടെയും നമുക്ക് കൂട്ടായി ഒരു 3 തവണ ഓംകാരം ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ചെയ്യണം. അതിന് നിങ്ങളെല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. അവനവന് വിഷമമില്ലാത്ത തരത്തിൽ ഒന്ന് നിവർന്നിരിക്കുക. വിഷമമില്ലാത്ത തരത്തിൽ നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിച്ചതിന് ശേഷമല്ല, എല്ലാവരും മുക്തകണ്ഠം ഓംകാരം ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ജപിക്കൂ. ഈ കൂട്ടതപസ്സിൻ്റെ ഉദ്ദേശം അതിൽ പങ്കെടുക്കുന്നവർക്ക് അനുഗ്രഹകരമാണ്, നല്ല നല്ല മംഗള സ്വാധീനമുണ്ടാവും എന്നതിന് പുറമെ ഈ മുംബൈ നഗരമോ മഹാരാഷ്ട്ര സ്റ്റേറ്റോ മാത്രമല്ല, നമ്മുടെ ഭാരതം ഉപഭൂഖണ്ഡവും കടന്ന് ലോകമെമ്പാടും വ്യാപിച്ച് ആഗോള രൂപത്തിൽ അത്രയും വ്യാപ്തിയോടുകൂടി അതിൻ്റെ മംഗള സ്വാധീനം പ്രസരിപ്പിക്കണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെ സങ്കല്പിക്കാനുള്ള ശക്തി മനുഷ്യ മനസ്സിന് മാത്രമേ ഉള്ളൂ. ഭഗവാനാണ് സങ്കല്പം കൊണ്ട് ലോകം രചിച്ചത്. ലോകം രചിക്കാൻ പുറപ്പെട്ട സമയത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരു ദ്രവ്യമോ ഊർജമോ വസ്തുവോ ഒന്നും ഉണ്ടായിരുന്നില്ല. സങ്കല്പമാത്രത്താലാണ് എല്ലാം ഉണ്ടായത്. ആ സങ്കല്പശക്തി ഈശ്വരൻ്റെ അംശമായിരിക്കുന്ന ജീവൻ പ്രവർത്തിപ്പിക്കുന്ന ശരീരത്തിലും ഉണ്ട്. ആ സങ്കല്പശക്തിയാണ് ഞാൻ നിങ്ങളോട് ഉപയോഗിക്കാൻ പറയുന്നത്. ആ സങ്കല്പത്തിൻ്റെ പ്രഭാവത്താൽ നമ്മളിൽ നിന്ന് ഉയരുന്ന ആ സംയുക്തമായിരിക്കുന്ന ഓംകാര ജപം ആഗോള വ്യാപകമായ ഒരു മംഗള സ്വാധീനം പ്രസരിപ്പിക്കട്ടെ. 3 തവണ. ഇവിടെ ആളുകൾ എത്രയുണ്ട് എന്നുള്ളത് സ്വാമിജിക്ക് അറിയാം.
അതനുസരിച്ച് ശബ്ദം പുറപ്പെടുന്നുണ്ടോ എന്നുള്ളത് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. മിക്കവാറും നിരാശയിലാണ് തുടങ്ങാറുള്ളത്. ഇവിടെയെങ്കിലും ആ നിരാശയില്ലാതെ ഇരുന്നാൽ നിങ്ങൾക്കും എനിക്കും സന്തോഷം. മടി വിടൂ, കലവറ വിടൂ, ഉത്സാഹത്തോടും തീവ്രതയോടും കൂടി ജപിക്കാം. ഇതാ ഓ വളരെ നന്നായല്ലോ. ഓ ഹരി ഓം തത്സ. വളരെ നന്നായി. എല്ലാവരും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളും. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, ഭഗവത് സ്നേഹികളെ, വിജ്ഞാന കുതുകികളെ, നാം ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇന്നല്ല, ഇന്നും നാളെയും ഭഗവാനും ഭക്തനും നേർക്ക് നേരെ എന്നാണ്. ആരാരെല്ലാം ഈ ശീർഷകം മുൻകൂട്ടി കേട്ടുവോ കണ്ടുവോ അറിഞ്ഞോ മനസ്സിലാക്കിയോ അവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ശീർഷകം കണ്ടിട്ടും കേട്ടിട്ടും എന്താ തോന്നിയത്? ഭഗവാനെ സ്നേഹിക്കുന്നവരും ഭക്തിപൂർവം ആരാധിക്കുന്നവരും നമ്മുടെ ഭാരതത്തിൽ കോടാനുകോടി ജനങ്ങളാണ്. ശബരിമല സന്നിധാനത്തിൽ 3-ലേറെ കോടി ജനങ്ങളാണ് പ്രതിവർഷം പോകുന്നത്. അതിൽ താഴെ ഗുരുവായൂർ, തിരുപ്പതി മുതലായിട്ടുള്ള സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, ദേവസന്നിധികളിൽ. കുംഭമേളയ്ക്കുമുണ്ട് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നവർ. ഇവരെല്ലാവരും ഭക്തിയുടെയും ഭഗവാന്റെയും പേരിലാണ് വരുന്നത്. ഇത് ടപ്പ് ടപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. നല്ല മൈക്ക് ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റാണ്. ഇറ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ് പ്രോപ്പർലി. ടപ്പ് ടപ്പ് എന്ന് ശബ്ദം കേൾക്കണത് എന്താ? ഒരു മെക്കാനിക് ഉണ്ടാവും, അവനൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ടുവയ്ക്കും. എങ്ങനെയാണ് കാര്യം നടക്കുക? ലക്ഷോപലക്ഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ദേവസന്നിധികളിൽ സന്നിഹിതരാകുന്നുണ്ട്. നാമം ജപിക്കുന്നവർ, സ്തോത്രങ്ങൾ ചൊല്ലുന്നവർ, അത് വിട്ടും പല വിധത്തിലുള്ള പുണ്യകർമ്മങ്ങളോ വൈദിക കർമ്മങ്ങളോ ചെയ്യുന്നവർ, തപസ്, വ്രതം എന്നുള്ള പേരിൽ അനുഷ്ഠാനം പിന്തുടരുന്നവർ, ഇങ്ങനെ പല ജനങ്ങളുമുണ്ട്. ഇവരെല്ലാവരും ഇത്രയൊക്കെ ചെയ്താലും ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ മറുപടി പറയാനുണ്ടാവുമോ? നിങ്ങൾ ആരാധിക്കുന്ന ഭഗവാനെ നിങ്ങൾ കണ്ടുവോ? നിങ്ങളുടെ ആരാധന അദ്ദേഹം കൈക്കൊണ്ടുവോ? കൈക്കൊണ്ടതിലോ കൊള്ളാതെ ഇരിക്കുന്നതിലോ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ വന്നിരിക്കുന്നു, അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അവനോട് എനിക്ക് എന്തെങ്കിലും ചിലത് പറയാനുണ്ട്, ദൂഷ്യങ്ങളോ പോരായ്മകളോ ചൂണ്ടിക്കാട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടോ ഏതെങ്കിലും ഒരു സംവാദം ഈ ഭഗവാനും ഭക്തനും തമ്മിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവർ. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ചൂരൽക്കൊട്ടയിൽ വെള്ളമൊഴിച്ച മാതിരിയാണോ? ഈ ഭക്തി എന്ന് പറയുന്നത് നാം അനുഷ്ഠിക്കുന്നതോ അനുധാവനം ചെയ്യുന്നതോ ആയ ഒരു പ്രയത്നമല്ലേ? ആ പ്രയത്നത്തിന് നാം മറ്റെല്ലാ തുറകളിലും ചെയ്യുന്ന പ്രയത്നം സഫലമാകുന്നത് പോലെ ഭക്തിക്കുമില്ലേ ഒരു സൗഭാഗ്യ സാഫല്യം? ഇല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ഭഗവാൻ എന്നുള്ള വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ. ലോകം എന്ന് പറയുന്നത് നാമാണ്. ലോകത്തിന് സൃഷ്ടികർത്താവായ ഒരു കേന്ദ്രമുണ്ടെന്ന് അനുമാനിക്കുന്നത് നമ്മളാണ്. ആ കേന്ദ്രത്തിനെയാണ് നാം ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ വാക്കുകളും എല്ലാ സങ്കല്പങ്ങളും എല്ലാ ഭാവനകളും നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെയും ഉടമസ്ഥന്മാർ നമ്മളാണ്.
ആരാധനാമുറകളെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത് നാം. അപ്പം നാം രൂപപ്പെടുത്തിയിട്ടുള്ള ആരാധനാമുറകളിലൂടെ നാം മുന്നേറുമ്പോൾ ആ ആരാധനയ്ക്കും പൂർണ്ണമായ ഒരു സാഫല്യം, ആ സാഫല്യദീപ്തി അനുഭവിക്കാൻ നമുക്കും കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ അത് ആലോചനാ വിഷയമാണ്, പരിശോധനാ വിഷയമാണ്. അതിന് ഉത്തരവാദികൾ നാമാണ്. ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നമ്മളാണ് നടത്തുന്നത്. ശില്പി കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തിന് പ്രാണനടക്കം പ്രദാനം ചെയ്ത് അതിൽ ഈശ്വര ചൈതന്യം അവരോധിച്ച് അനുഗ്രഹശക്തിയും പകർന്നു കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കല്ലിത ദൈവമായിരിക്കുന്നു, വന്ന് പൂജിച്ചോളൂ, ആരാധിച്ചോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് പോലും, ആരാധനാ പാത്രങ്ങൾക്ക് പോലും ദിവ്യത്വവും അനുഗ്രഹശക്തിയും പകർന്നു കൊടുക്കുന്ന മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ് നിങ്ങൾ തന്നെ പറയൂ, നാം ആരാധിക്കുന്ന വിഗ്രഹത്തിനേക്കാൾ മേലെയോ താഴെയോ? എന്താ മിണ്ടാതെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്? നമുക്ക് വിശേഷപ്പെട്ട ഒരു വിഗ്രഹശാസ്ത്രം, ഒരു ക്ഷേത്രശാസ്ത്രം, ഒരു ടെമ്പിൾ ഇൻസ്റ്റലേഷൻ സയൻസ് ഉണ്ട് നമുക്ക്. ദേവാരാധനകൾ എങ്ങനെ പടുത്തുയർത്തണം, വിഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, ആ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെ, 12 കൊല്ലം കൂടുമ്പോൾ ആ വിഗ്രഹത്തിന് നവീകരണം നടത്തേണ്ടത് എന്തിന്? ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യൻ രൂപപ്പെടുത്തിയ മന്ത്രങ്ങളും തന്ത്രങ്ങളും വിനിയോഗിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം നാം ഉണ്ടാക്കുന്നത്. ഓരോരുത്തരും അവിടെ വന്ന് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ആ വിഗ്രഹത്തിലുള്ള അനുഗ്രഹശക്തിയും ചൈതന്യപ്രഭാവവും കുറഞ്ഞു വരികയാണ്. സേവിങ്സ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഡെപ്പോസിറ്റ് കുറയുന്നത് മാതിരി കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞത് രണ്ടാമത് അവരോധിക്കാനാണ് ഈ നവീകരണം എന്ന് പറയുന്നത്. 12 കൊല്ലം കഴിഞ്ഞാൽ നടത്തണമെന്ന് പറയുന്നത്. ഞാനിത് എന്തിനാ പറയുന്നത്? ഭക്തിമാർഗത്തിലെല്ലാം തന്നെ നാം നിരൂപിച്ചതും രൂപപ്പെടുത്തിയതും നാം അനുധാവനം ചെയ്യുന്നതുമാണ്. ബാക്കി എല്ലാ തുറകളിലും നമ്മുടെ പ്രയത്നം സഫലമാകുമെങ്കിൽ ഭക്തി എന്ന് പറയുന്ന തുറയിലും പൂർണ്ണമായി സാഫല്യം വരിക്കണം. ഇതിന് സാധ്യത കൂടുതലാണ്, ഇത് സുഗമമാണ്. മറ്റുള്ളതിന് പണം വേണം, പ്രതാപം വേണം, മറ്റുള്ളവരുടെ പല വിധത്തിലുള്ള സഹായങ്ങളും വേണം, പല കാര്യങ്ങളിലും ആശ്രയിച്ചിരിക്കുന്നതാണത്. എന്നാൽ ഈ കാര്യമാകട്ടെ നമ്മളുടെ ആരാധനയിലും ഭഗവാനിലും ആശ്രയിച്ചിരിക്കുന്നതാണ്. ഭഗവാന് ശക്തിക്കോ അനുഗ്രഹത്തിനോ ഒരു കുറവും ഒരു ലോപവുമില്ല. എത്ര ആൾ വേണമെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു കുറവുമില്ല. കിം അജിതോപതിനോപസന്നാൻ എന്നാണ് ശ്രീമദ് ഭാഗവതം തുടക്കത്തിലേ പറയുന്നത്. തന്നെ ആശ്രയിക്കുന്നവരെ നോക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അജയ്യനായിരിക്കുന്ന ഈശ്വരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശുകമഹർഷി ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഭഗവാന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല, ആരോപിക്കാനും പാടില്ല. അപ്പം നമ്മുടെ ആരാധന വേണ്ടതുപോലെ മുന്നേറുന്നില്ല, സഫലമാകുന്നില്ല എന്ന് വച്ചാൽ അതിനുള്ള കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താ? ആരാധിക്കുന്ന നമ്മളിൽ തന്നെയാണ് കാരണം. ആ കാരണത്തിന് നീക്കം ചെയ്യാനാണ് ഇവിടെ ശാസ്ത്രം, ഭക്തിശാസ്ത്രങ്ങൾ മറ്റു പലതും പോലെ ഉണ്ടായിരിക്കുന്നത്. നാം ആരാധിക്കുന്ന ഭഗവാൻ ആര്? അദ്ദേഹത്തിന് എന്താണ് വിവരണം? അദ്ദേഹത്തിനെ എവിടെ തേടണം? എങ്ങനെ തേടണം? തേടിയാൽ ആ തേടുന്നത് മുന്നേറുമോ? മുന്നേറുന്നതിൻ്റെ ലക്ഷണം എന്തെല്ലാം? അത് സഫലമാകുന്നത് എപ്പോൾ? സാഫല്യദീപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ആ അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും അനുഭവസിദ്ധി ഉള്ളവരെയും എങ്ങനെയാണ് നാം വിവരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പറയേണ്ടത്? ഇത് മുഴുവനും പ്രതിപാദിക്കുന്നതാണ് ഭക്തിശാസ്ത്രങ്ങൾ. ആ ഭക്തിശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതും ഏറ്റവും സമീപകാലത്ത് രചിച്ചതും 1400 കൊല്ലം മുൻപ് രചിച്ചതുമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത് ശാസ്ത്രം. അതിൽ ഭക്തിയെപ്പറ്റിയും ഭഗവാനെപ്പറ്റിയും അദ്ദേഹം രചിച്ച ലോകത്തെപ്പറ്റിയും അതിൽ നാം നയിക്കുന്ന സമ്പർക്കാത്മകമായ ജീവിതത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. വേണ്ടതുപോലെ അനലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാക്കുകളും, ഓരോ വാക്കും ആശയങ്ങളാണ്. ആശയത്തിൻ്റെ ശബ്ദരൂപമാണ് വാക്കുകൾ. ആശയം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഓരോരോ ചെറിയ ചെറിയ അംശങ്ങൾ, അളവുകളാണത്. അങ്ങനെ 1,00,000-ഓളം വാക്കുകൾ ഉപയോഗിച്ച് 18,000 ശ്ലോകങ്ങളിൽ ഭഗവാനെയും ഭക്തിയെയും ലോകത്തെയും മനുഷ്യജീവിതത്തെയും പറ്റിയും
എല്ലാം വിവരിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം നമ്മുടെ മുൻപിൽ സന്നിഹിതമായിരിക്കെ ഭക്തിയുടെ കാര്യത്തിൽ ഒരഭാവവും ഒരു പോരായ്മയും ഒരു കുറവും നമുക്കുണ്ടാകരുത്. ഭഗവാനും ഭഗവാന്റെ മുൻപിൽ ഭക്തനും ഇവർ രണ്ടുപേർ നേർക്കുനേർ നിൽക്കുമോ? നിന്നാൽ എന്താണ് സംഭവിക്കുക? ഭക്തന്മാരായിരിക്കുന്ന നിങ്ങളെല്ലാവരും ആവശ്യപ്പെടേണ്ടതും അഭിലഷിക്കേണ്ടതും എന്താണ്? ഭഗവാന്റെ മുൻപിൽ നിൽക്കാൻ എനിക്ക് സാധിക്കണം, എൻ്റെ മുൻപിൽ ഭഗവാൻ വന്ന് നിൽക്കണം. ഇതാവണം നിങ്ങളുടെ ഉദ്ദേശം. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഭഗവാനോട് പറയണം. ഒരു ഉത്തമ സുഹൃത്തിനോട് പറയുന്നത് മാതിരി, ഒരാശ്രയ കേന്ദ്രത്തോട് ചെന്ന് പറയുന്നത് മാതിരി, അമ്മയോടോ അച്ഛനോടോ സുഹൃത്തിനോടോ സംസാരിക്കുന്നത് മാതിരി നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം പറയാൻ സാധിക്കണം. ക്ഷേത്രങ്ങളിലും ദേവസന്നിധികളിലും നാം പറയുന്നു, പക്ഷേ ഏകപക്ഷീയമാണ് അവിടെ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? നമ്മൾ പറയണു എന്നുള്ളത് ശരി, അപ്പുറത്ത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഒരു ക്ഷേത്രത്തിൽ എത്ര ആൾ വന്നു എന്നുള്ളത് ആ വിഗ്രഹം അറിയുന്നുണ്ടോ? എന്താ മിണ്ടാതെ? നമ്മൾ പ്രാർത്ഥിച്ചു, 10 ആൾ പോയി പ്രാർത്ഥിച്ചാൽ 6 ആൾക്ക് സാഫല്യം കിട്ടിയെന്ന് പറയും, 4 ആൾ പറയും കിട്ടിയില്ല എന്ന്. ഇതിന് കാരണം എന്താ? ഭഗവാനാണെങ്കിൽ അനുഗ്രഹിക്കാതെ ഇരിക്കില്ല, എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ളവനാണ്. എന്നാൽ 6 പേർക്കേ ഒരു സാഫല്യബോധമുള്ളൂ, മറ്റുള്ളവർക്കില്ല. അപ്പം അതിനുള്ള കാരണം ഭഗവാനിലോ നമ്മിലോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു കൂട്ടരെ നിങ്ങൾക്ക് എന്താണ് മറുപടി? ഇത് നാം മനസ്സിലാക്കണം. ഭക്തി നിങ്ങളുടെ മനസ്സിൽ വളരണം. അതിനൊരു വളർച്ചയുണ്ട്, അതിനൊരു ഉന്നമനമുണ്ട്, അതിനൊരു വികാസമുണ്ട്, അതിനൊരു സംശുദ്ധി പ്രദാനം ചെയ്യാനുണ്ട്. അനുനിമിഷം നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ ദിവ്യത്വം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ മഹിമ, അതിൻ്റെ മേന്മ, അതിൻ്റെ ഔത്കൃഷ്ട്യം, അതിൻ്റെ ഉദാത്തതയും സമ്പന്നതയും നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഇത് മുഴുവനും പ്രതിപാദിക്കുന്നതേ ഭക്തിശാസ്ത്രമാകൂ. ശാസ്ത്രം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഗുണദോഷങ്ങളെ വേണ്ടതുപോലെ വിവേചനം ചെയ്ത് ഉദ്ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രം. പറയുന്നതിൽ മുഴുവൻ അത് വായിക്കുന്നവനും കേൾക്കുന്നവനും കുറേശ്ശെയായി നല്ല പോലെ ഗുണദോഷബുദ്ധി, വീണ്ടു വിചാരം, വിശേഷബുദ്ധി ഉണ്ടാവണം. പരീക്ഷിത്ത് 7 ദിവസമാണ്, 7 ദിവസം മുഴുവനുമല്ല, 7 ദിവസമാണ് ശുകമഹർഷി പറഞ്ഞത് കേട്ടത്. ആ സ്ഥലം വിട്ട് അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന് ഒരു അനുഷ്ഠാനവും അവിടെ ചെയ്യാൻ ആവശ്യമില്ല. മലമൂത്ര വിസർജനത്തിന് പോകുന്ന ചോദ്യമില്ല. ഭക്ഷണവും വെള്ളവും കഴിക്കാത്ത ഒരാൾക്ക് ആ ഇരിപ്പിലിരുന്ന് ശുകമഹർഷി പറഞ്ഞത് മുഴുവൻ കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ. എവിടെയെല്ലാം സംശയമുണ്ടായോ, കൂടുതൽ ആകാംക്ഷയുണ്ടായോ, അറിയണമെന്ന് തോന്നിയോ, ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി ശുകമഹർഷിയുടെ മുഖത്തിൽ നിന്ന് താൻ ആവശ്യപ്പെടുന്ന കൂടുതൽ വിവരണവും കൂടുതൽ വ്യാഖ്യാനവും കൂടുതൽ തെളിച്ചവും തേടി മുന്നേറി അവസാനം 7-ാം ദിവസം തക്ഷകൻ വരാറായപ്പോൾ പരീക്ഷിത്ത് തന്നെ പറയുന്നു, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി, ഞാൻ സിദ്ധനായി അനുഗ്രഹീതനായി അങ്ങയുടെ കാരുണ്യം കൊണ്ട്, അങ്ങയുടെ തത്വശ്രവണം, അങ്ങ് നൽകിയ തത്വം ശ്രവിച്ചത് കൊണ്ട് എനിക്കിനി തക്ഷകനെ പേടിയില്ല, മരണത്തിനെക്കുറിച്ച് ചിന്തയില്ല എന്ന് പറഞ്ഞ് ലോകത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിച്ചു. ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചു. മനസ്സിൽ നിന്ന് ബുദ്ധിയെയും ബുദ്ധിയിൽ നിന്ന് അഹങ്കാരത്തെയും പിൻവലിച്ച് അവനവൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടിത്തട്ടിലുള്ള ആ ആത്മതലത്തിൽ ചെന്ന് വിശ്രമം കൊണ്ടു. തക്ഷകൻ വന്നതും കടിച്ചതും ആ കടിത്തീയിൽ നിന്ന് ജ്വാലകൾ ഉയർന്നതും അതിൽ തൻ്റെ ശരീരം വെന്ത് വെണ്ണീറായി പോയതും അറിയാൻ അവിടെ പരീക്ഷിത്ത് എന്നൊരാളുണ്ടായിരുന്നില്ല. തത്വശ്രവണത്തിൻ്റെ മാഹാത്മ്യമാണ് കൂട്ടരെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവക്താവിൻ്റെ കയ്യിലാണ് താൻ എന്തു പറയണം എന്നുള്ള ആലോചന വേണ്ടത്. താൻ പറയുന്നത് കേൾക്കുന്നവരെ എങ്ങോട്ട് നയിക്കണം, എങ്ങനെ നയിക്കണം, എവിടെ കൊണ്ട് ഘടിപ്പിക്കണം എന്നെല്ലാം ആ പ്രവക്താവിൻ്റെ കയ്യിലാണ്. തൻ്റെ അനുഭവസിദ്ധിയോടുകൂടി, വേണ്ടത്ര തപസ്സോടുകൂടി, ഉൾവികാസത്തോടുകൂടി, വ്യാപ്തിയോടുകൂടി സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് ശുകമഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞതുപോലെയുള്ള ഒരു സ്വാധീനം ഇല്ലാതെ കഴിയില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. എവിടെയെല്ലാം മനുഷ്യ മനസ്സ് വെന്ത് നീറുന്നുണ്ടോ അവിടെയെല്ലാം ഒരു തത്വപ്രവക്താവിൻ്റെ അവതരണമുണ്ടാവും. കുരുക്ഷേത്രം എന്ന് പറയുന്നത് ബഭൂവ, അത്യാശ്ചര്യമാണിത്, ഇതം പ്രഥമമാണിത്, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഒരു വീരയോദ്ധാവ് പടക്കളത്തിൽ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ശഠിച്ചുകൊണ്ടുള്ള ഇരിപ്പ്.
കൃഷ്ണൻ വിട്ടില്ല, സംസാരിച്ചു തുടങ്ങി. അർജുനൻ്റെ മനസ്സിലാണ് വിഷമം. ആ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴി കൊക്കോ കോലയോ പെപ്സിയോ അല്ല. ആ മനസ്സിൽ പ്രവേശിക്കണമെങ്കിൽ അത് ശബ്ദരൂപത്തിൽ കർണപുടങ്ങളിൽ ചെന്ന് പതിച്ച് അതിൻ്റെ ആശയങ്ങളും ജ്ഞാനകണികകളും മനസ്ഥലത്തിൽ പ്രവേശിച്ച് അതിൽ കുറേശ്ശെയായി സാന്ത്വനം കൊണ്ടുവന്ന് ബുദ്ധിയെ വികസിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിജ്ഞാനം ദീപ്തമാകാൻ വേണ്ടി ഒരു സംസാരമായിരുന്നു കൃഷ്ണൻ്റെ. 2 മണിക്കൂർ സമയമാണ് എടുത്തത്. ആ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എവിടെ പൊന്തിയോ വിഷമങ്ങൾ അർജുനൻ്റെ മനസ്സിൽ, അവിടെ തന്നെ അത് കലാശിച്ചു, പരിസമാപിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പഴയ സംഭവമാണോ പറയുന്നത്, അതോ എല്ലാവരുടെയും മനസ്സിൻ്റെ കാര്യങ്ങളാണോ പറയണത് ഞാൻ ചോദിക്കുന്നു. ഏതോ ഒരു സംഭവം നിങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുകയാണോ, അതോ മനുഷ്യ മനസ്സിൻ്റെ ശക്തി, അതിൻ്റെ വൈഭവം, അതിൻ്റെ മേന്മ, അതിൻ്റെ മഹിമ, അതിൻ്റെ ആഴം, അതിൻ്റെ ഉത്തുംഗത വെളിപ്പെടുത്തുകയാണോ ഈ സംസാരം വഴി ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അർജുനൻ ഒരു മനുഷ്യനായിരുന്നു. അർജുനൻ ഉണ്ടായിരുന്നത് ഒരു ശരീരമാണ്. ആ ശരീരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ടായിരുന്നു. ഈ 3 കൂട്ടം കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. കൃഷ്ണ പരമാത്മാവിലോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിലോ നിങ്ങൾക്ക് പാഞ്ചഭൗതികമായുള്ള ശരീരം, അതിനുള്ളിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് വിട്ട് ലോകത്തിൽ ഒന്നുമില്ല. കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, ഈ ലോകം മുഴുവനും പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണെന്ന്. ഈ 8 കൂട്ടം നിങ്ങൾക്കുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നു. ഇപ്പം പറയണം മറുപടി. പാഞ്ചഭൗതികമായ ഒരു ശരീരം ഇല്ലേ നിങ്ങൾക്ക്? അതിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ടോ? ബുദ്ധി ഉണ്ടോ? അഹങ്കാരമുണ്ടോ? ഈ 8 കൂട്ടം കൊണ്ടാണ് ഈ ലോകഘടന മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത. എൻ്റെ പ്രകൃതി 8 വിധത്തിലാണ്. ആ 8 വിധത്തിൽ പഞ്ചഭൂതങ്ങൾ പുറത്തുള്ളത് ദ്രവ്യവും ഊർജവുമാണ്. പിന്നെയുള്ളത് 3 അകത്താണ്, ചേതനാത്മകം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്കുള്ള വ്യക്തിത്വം ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് ഏത് 8 ഘടകങ്ങൾ കൊണ്ടോ ആ 8ഉം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് പറയൂ, നിങ്ങൾ നിസ്സാരന്മാരോ അതോ സാരസാരന്മാരോ എന്ന്? നിങ്ങൾ ആരും ഊച്ചാളികളല്ല, ഉത്കൃഷ്ട പ്രഭാവമുള്ളവരാണ് നിങ്ങൾ. നിങ്ങളിൽ ഏഴത്തം അരുത്, അരുത്, അരുത്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം. രോഗം ശരീരത്തെ ബാധിക്കാം, ബാധിക്കാതെ ഇരിക്കാം. ദുശാസനനെ പോലെ ഒരുത്തൻ നിങ്ങളുടെ സാരിയിൽ പിടികൂടി എന്ന് വരാം. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ തൊടാൻ ഒരൊറ്റ ആൾക്കും സാധിക്കില്ല. എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ഒരൊറ്റ ആൾക്കും അങ്ങോട്ട് കടന്ന് ആക്രമിക്കാൻ പറ്റില്ല. സുരക്ഷിതമായിരിക്കണു. ഞാൻ പറഞ്ഞാലേ എൻ്റെ മനസ്സിൽ കേൾക്കാൻ പറ്റുള്ളൂ. കണ്ണടച്ചാൽ ഭഗവാൻ പോലും മുൻപിൽ വന്ന് നിന്നാൽ കാണാൻ പറ്റില്ല. ഞാൻ പറയാറുണ്ട്, ഭഗവാൻ വന്ന് എൻ്റെ മുൻപിൽ, ഭൂമാനന്ദ സ്വാമിയുടെ മുൻപിൽ നിന്ന് എന്നോട് ഇരക്കേണ്ടി വരും അദ്ദേഹത്തിന്, കണ്ണു തുറന്ന് കാണൂന്ന്. ഞാൻ കണ്ണു തുറന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വരും. അത്ര സുരക്ഷിതമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ലോകത്തിന് നിറം പിടിപ്പിക്കുന്നത്. അതിൻ്റെ ആകൃതിയും സ്വരൂപമൊക്കെ കണ്ണുകൊണ്ട് നിശ്ചയിക്കുന്നത് രൂപം, നിറം, പ്രകാശം. ചെവി കൊണ്ട് നിശ്ചയിക്കുന്നത് ശബ്ദം, മൂക്ക് കൊണ്ട് നിശ്ചയിക്കുന്നത് വാസന, നാവ് കൊണ്ട് നിശ്ചയിക്കുന്നത് രുചി, ത്വക്ക് കൊണ്ട് നിശ്ചയിക്കുന്നത് സ്പർശം. അപ്പോൾ ഈ ലോകത്തിന് നിറം പിടിപ്പിക്കുന്നത് ആരാ? ലോകം നിങ്ങൾ നിറം പിടിപ്പിക്കുന്നുവോ അതോ ലോകത്തിന് നിങ്ങൾ നിറം കൊടുക്കുന്നുവോ? എന്താ മിണ്ടാതെ? ഇവിടെയാണ് കാര്യം കിടക്കണത്. ഇവിടെയാ. നിങ്ങൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഒരൊറ്റ ആൾക്കെങ്കിലും രൂപം ഇവിടെ കാണുമോ? ജന്മസിദ്ധമായി കുരുടന്മാരായി കണ്ണ് കാണാത്ത കുട്ടികളുണ്ട്. അവർക്ക് പ്രകാശം എന്നുള്ളത് ഒരു കാലത്തും കാണാൻ പറ്റില്ല. അപ്പം അവരുടെ ഭാഷയിൽ എന്താ? ഈ ലോകം പ്രകാശഹീനമാണെന്ന് പറയില്ലേ? ശബ്ദം കേൾക്കാനുള്ള കാതില്ലെങ്കിലോ? എന്താ മിണ്ടാതെ? പിന്നെ ശബ്ദം ഉണ്ടാവുമോ അവിടെ? അപ്പം ശബ്ദം സ്വയം ജനിക്കുന്നുവോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്നുവോ? എന്താ ഇവർ മിണ്ടാതെ? ഞാൻ സംസാരിക്കില്ല അങ്ങനെയാണെങ്കിൽ. ഇത് പ്രബോധം നൽകുക, ഉദ്ബുദ്ധമാക്കാനാണ് ഈ സംസാരം. നിങ്ങൾ പ്രതികരിച്ചേ തീരൂ. പ്രസംഗമൊന്നും ചെയ്യണ്ട, ചുരുങ്ങിയ മറുപടി പറയണം. ഇവിടെ ശബ്ദമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ കാതല്ലേ?
രൂപമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണല്ലേ? അല്ലേ? ഇതില്ലെങ്കിലോ? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ലോകമുണ്ടാക്കിയോ അതോ ഗർഭസ്ഥ ശിശു തൻ്റെ ഉള്ളിലുള്ള ശക്തി എടുത്തിട്ടാണോ ഈ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയത്? ഗർഭം ധരിച്ച അമ്മമാർക്ക് ആർക്കെങ്കിലും അറിയുമോ ആ കുട്ടിയുടെ വളർച്ച? ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉരുള ഉണ്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ച ഭക്ഷണം മുഴുവൻ ആമാശയത്തിലേക്കാണ് പോയത്, ഗർഭകോശത്തിലേക്ക് പോയിട്ടില്ല. മാതൃശരീരത്തിലുള്ള രക്തമെടുത്ത് ആ കുട്ടി തൻ്റെ അന്തർഗതമായിരിക്കുന്ന പ്രഭാവം കൊണ്ട് വളർന്ന് ബുദ്ധി ഉണ്ടാക്കി ആ ബുദ്ധിയിലൂടെ ബാക്കി അംഗോപാംഗങ്ങളെല്ലാം നിർമ്മിച്ചു. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ലോകത്തെ നോക്കി ഇതാ ശബ്ദസ്പർശ രസരൂപഗന്ധം എന്ന് നാം പറയുന്നത്. അപ്പം ആ പറയുന്ന നമ്മളോ ഇതിൻ്റെ അധികാരികളും ഉടമസ്ഥന്മാരും, അതോ ജഡമായിരിക്കുന്ന ലോകമോ? ഇത് പറയാനാ സ്വാമിജി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ മേൽവിലാസം ഉണ്ടാവണം. ഈ ലോകത്തിൽ ദാസന്മാരായി അടിമകളായി ജീവിക്കരുത്. ഈ ലോകത്തിൽ മുതലാളിമാരായി ഉടമസ്ഥന്മാരായി യജമാനന്മാരായി ജീവിക്കണം നാം. ഇത് എക്കണോമിക് സെൻസിലല്ല പറയുന്നത് കേട്ടോ. I want you to live as masters in this world, not as slaves and servants. നമുക്ക് വേണ്ടത് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. സർവ്വ അനുഭവങ്ങളും ഉള്ളിലാണ് ഉണ്ടാവുന്നത്, പുറത്തല്ല. എന്താ സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഞാൻ നിങ്ങളെ കാണുന്നു. ഈ കാഴ്ച എവിടെ നടക്കുന്നു? ഇവിടെ നടക്കുന്നുണ്ടോ കാഴ്ച? അത് കണ്ണിലൂടെ വന്ന് മനസ്ഥലത്തിലല്ലേ ഈ കാഴ്ച നടക്കുന്നത്? എല്ലാ അനുഭവവും ഉള്ളനുഭവമാണ്. ആ ഉള്ള് നിങ്ങളുടെ കയ്യിലാണ്. അതിനെ എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മെരുക്കിയെടുക്കാൻ, സുഭഗമാക്കാൻ, സുന്ദരമാക്കാൻ, വിശാലമാക്കാൻ, അതിനെ അമരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ സാധിക്കുന്നത് പഠിപ്പിച്ചു തരുന്നതാണ് നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളടക്കം, ഈ ഭാഗവതമടക്കം. ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുകയാണ് സത്യം പരം ധീമഹി. എന്താ ആദ്യത്തെ ശ്ലോകം? എങ്ങനെയാ തുടങ്ങണത്? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ. നാം ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം എവിടുന്നുണ്ടായോ ആ സത്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ആ പരമമായ സത്യത്തെ നിങ്ങൾ ബുദ്ധിയിൽ വഹിച്ചുകൊണ്ടിരിക്കൂ, അതിനെക്കുറിച്ച് ധ്യാനിക്കൂ, ആലോചിക്കൂ, അതിൽ മഗ്നരായി തീരൂ, അതിൽ മുഴുകിപ്പോവൂ, അതിൽ മകിഴാൻ പഠിക്കൂ. ഇതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അത് അങ്ങനെ ആക്കി തീർക്കാനാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചന മുഴുവൻ. അതിൽ വേദവ്യാസ മഹർഷി പല സന്ദർഭങ്ങളിലും നമ്മളോട് അവതരിപ്പിക്കുന്നു ചില രംഗങ്ങൾ. ഭഗവാൻ ഒരു ഭാഗത്ത്, ഭക്തൻ മറുഭാഗത്ത്. ദാ രണ്ടുപേരും കൂടി കാണുന്നു, കേൾക്കുന്നു, സംവദിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഭഗവാനും ഭക്തനും തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ സംവാദം. ആദ്യമായി ഞാൻ അവതരിപ്പിക്കുന്നത് ധ്രുവൻ എന്ന് പറയുന്ന കൊച്ചുബാലൻ, 5 വയസ്സ് പ്രായം. ഉത്താനപാദൻ എന്ന് പറയുന്ന രാജാവാണ് അച്ഛൻ. അച്ഛൻ്റെ മടിയിൽ ചെന്നിരിക്കാൻ ധ്രുവൻ പോകുന്നു. അവിടെ ഉത്തമൻ വേറെ കല്യാണം കഴിച്ച ഒരു ഭാര്യയിൽ, ഒരു രാജ്ഞിയിലുണ്ടായ കുട്ടി മടിയിലിരിക്കണു, അച്ഛൻ ലാളിക്കണു. അത് കണ്ടപ്പോൾ ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലൊന്ന് ഇരുന്ന് കളയാമെന്ന്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നിക്കൂടെ? അങ്ങോട്ട് ചെന്നപ്പോൾ ഉത്തമൻ്റെ അമ്മ പറയണു അരുത്. അച്ഛനൊന്നും മിണ്ടുന്നില്ല. ചെറിയമ്മയാണ് പറയുന്നത് അരുത് എന്ന്. ഈ മടി നിനക്കുള്ളതല്ല, എനിക്ക് എൻ്റെ മകനുള്ളതാണ് ഈ മടി, ഇരിക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ട് നിസ്സഹായനായി അച്ഛൻ ഇരിക്കുന്നതൊഴികെ ഒരു വാക്കും മിണ്ടിയില്ല. നോക്കൂ മനുഷ്യരംഗം. രാജധാനി, രാജാവ്, രാജ്ഞിമാർ, 2 പുത്രന്മാർ, 2 അമ്മയിൽ ജനിച്ചവർ. നിനക്ക് ഈ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ മരിച്ച് രണ്ടാമത് എൻ്റെ ഗർഭത്തിൽ ജനിക്കണം, എൻ്റെ മുല കുടിച്ചു വളരണം, അപ്പോഴേ ഈ മടിയിലിരിക്കാൻ നിനക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അർഹതയില്ല എന്ന് പറഞ്ഞു. ആ കൊച്ചുകുട്ടി കരഞ്ഞ് അലറിക്കൊണ്ട് അമ്മയുടെ അടുക്കിൽ ഓടിച്ചെന്നു. സുനീതി അതിനു മുമ്പ് കാര്യം മനസ്സിലാക്കിയിരുന്നു. കെട്ടിപ്പിടിച്ച് താലോലിച്ച് ചുംബിച്ച് സമാധാനിപ്പിച്ചു. പക്ഷേ സുനിധി ഒരു കാര്യം മറച്ചു വച്ചില്ല. നിന്റെ ചിറ്റമ്മ പറഞ്ഞതുണ്ടല്ലോ, ശരിയാണ്. ഈ രാജധാനിയിൽ എനിക്കുമില്ല ഒരു സ്ഥാനം.
എന്നെ ഭാര്യയാണ് രാജ്ഞിയാണെന്ന് പറയാൻ നിൻ്റെ അച്ഛൻ കൂട്ടാക്കുന്നില്ല. അതിന് മടിയും ലജ്ജയുമാണ്. വേല പെണ്ണിൻ്റെ സ്ഥാനമേ എനിക്ക് ഈ രാജധാനിയിലുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുമകനെ, ചെറിയമ്മ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നിനക്ക് നീതിയോ സമാധാനമോ സന്തോഷമോ കിട്ടില്ല. നിനക്കൊരു മടി കിട്ടണമെങ്കിൽ ലോകത്തിന് മുഴുവൻ സന്ധാരണം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ മടിയിലിരിക്കാനായി പരിശ്രമിച്ചോ. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിൽ നിന്ന് മാത്രമേ നിനക്ക് ധ്രുവമായിട്ടുള്ള ഒരു സ്ഥാനം, ഒരാശ്രയം, ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്യും. എന്ത്? കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. രണ്ടാമത് സുനിധി പറഞ്ഞത് നിങ്ങൾ പറയില്ല. അവിടെയാണ് വേദവ്യാസ മഹർഷി ചൂണ്ടിക്കാട്ടി തരുന്നത്. പരിശോധിച്ചു നോക്കൂ ഓരോരുത്തരും അവരവരുടെ മനസ്സിനെ. ഇവിടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പോകാൻ പ്രത്യേകം ബസ്സുകളുണ്ട്, ഡ്രൈവർമാരുണ്ട്. 10 മിനിറ്റ് നേരം വയ്യ 25 ടെലിഫോൺ ചെയ്യും അമ്മമാർ. എന്താ എൻ്റെ മകൻ വരാത്തത്, എന്താ എൻ്റെ മകൻ വരാത്തത്? മകൻ വരും, അതിനുള്ള വ്യവസ്ഥകളുണ്ട്. അത് വന്നാൽ വരും, വന്നില്ലെങ്കിൽ ആ വർത്തമാനം അറിയും. സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ അമ്മമാരും. അതിനെതിരെ ഇവിടെ സുനീതി എന്താ പറഞ്ഞത്? നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് ഉപവനത്തിലേക്ക് പോയി മഹാവിഷ്ണുവിനെക്കുറിച്ച് ഏകാഗിയായി ചെന്നിരുന്ന് കഠിന തപസ് ചെയ്യ് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് പുറത്ത് തട്ടി പറഞ്ഞയച്ചു. ഞാനിതാ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, നിങ്ങൾ അമ്മമാരെന്ത് ചെയ്യുന്നു? ഒക്കെ ഭക്തന്മാരാ, ഭക്തശിരോമണികളാണ്. ഭഗവാനല്ലാതെ ഒന്നുമില്ല ഭഗവാനേ. മുറവിളി കൂട്ടുന്ന നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞയക്കാൻ എന്തുകൊണ്ട് സന്നദ്ധരാകുന്നില്ല? ഇരിക്കുന്ന രാജധാനിയിൽ അവന് സ്വൈരമില്ല, നീതിയില്ല, സമാധാനമില്ല, അസൂയയും വ്യത്യാസ ബുദ്ധിയുമേ ഉള്ളൂ. അങ്ങനെ ലോകം പരാജയപ്പെടുത്തി പെറ്റമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛനാണെങ്കിൽ നിഷ്കാസനം ചെയ്യണു എന്നുള്ള ഒരു സ്ഥിതിയിൽ ഒരു മകനോട് നമ്മൾ പറയേണ്ടത് എന്താ? ദൃശ്യലോകം നമ്മെ തോൽപ്പിച്ചാൽ നമ്മളെ ജയിപ്പിക്കാനായി അദൃശ്യമായിരിക്കുന്ന ഹസ്തങ്ങളേ ഉള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ദൃശ്യലോകം തോൽപ്പിച്ചാൽ ആ പരാജയത്തിൽ നിന്ന് ഒരു പരിഹാരം കാണണമെങ്കിൽ നമുക്കവിടെ അദൃശ്യമായിരിക്കുന്ന ഹസ്തങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ദ്രൗപദിയുടെ 5 ഭർത്താക്കന്മാരുണ്ട് സദസ്സിൽ. പലരും മുതിർന്നവരുണ്ടായിരുന്നു. ഒരൊറ്റ ആളും ഇറങ്ങി വന്ന് ദ്രൗപദിയെ സഹായിക്കാനോ ദുശ്ശാസനെ പിടിച്ചു നിർത്താനോ സാധിക്കാതെ അവർ പ്രതിജ്ഞാബദ്ധരായി ദാസന്മാരായിരുന്നു. അങ്ങനെ ദൃശ്യലോകം തോൽപ്പിച്ചപ്പോൾ ദ്രൗപദി മിണ്ടാതെ ഇരുന്നില്ല. അദൃശ്യഹസ്തങ്ങളിലേക്ക് ഉറ്റുനോക്കി ഹരേ ഹരേ എന്നിങ്ങനെ മുറവിളി കൂട്ടി. എന്തുണ്ടായി? ദുശ്ശാസനൻ പിടിച്ചു വലിച്ചു. എത്ര വലിച്ചാലും ആ സാരി തീരണില്ല. അവസാനം ഏഭ്യനായി, ഇളിഭ്യനായി, ക്ഷീണിച്ച് ലജ്ജയോടുകൂടി സാരി വിട്ടങ്ങട് ഇരിപ്പായി. എന്താ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളെല്ലാവരും ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂമിയുടെ ആകർഷണ ശക്തിയാലാണ്. നിങ്ങളുടെ തിന്ന ചോറിൻ്റെ മിടുക്കൊന്നുമല്ല. ഭൂമിയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. നമ്മൾ ശ്വസിക്കുന്നത് ജഗതീശ്വരൻ തന്ന വായുവാണ്. കുടിക്കുന്ന വെള്ളം ഈശ്വര ദത്തമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭൂമിയിൽ വളരുന്നതാണ്. നിങ്ങളുടേന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരു സാധനവും ഇല്ല. ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരൂ. ഒറ്റ സാധനമില്ല അവിടെ. എല്ലാം പാഞ്ചഭൗതികമാണ്. നാം അനുഭവിക്കുന്ന വസ്തുക്കളും വിഭവങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ധാരണകളും അലങ്കാരങ്ങളും ആഡംബരങ്ങളും. പഞ്ചഭൂതങ്ങൾ ആരും നിങ്ങളോ നിങ്ങളുടെ മുത്തശ്ശനോ ഉണ്ടാക്കിയതല്ല. ഇവിടെ ഉള്ളത് മുഴുവൻ ഈശ്വര നിർമ്മിതമാണ്. നമ്മുടെ ശരീരവും അതേപോലെ ഈശ്വരൻ രചിച്ചതാണ്. ആ ഈശ്വര രചനയായ ശരീരത്തിലിരുന്ന് അതേ ഈശ്വരൻ്റെ സൃഷ്ടിവിശേഷമായ ലോകത്തിൽ സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനീശ്വരൻ എവിടുന്ന് വരണു കൂട്ടരെ ഒന്ന് പറഞ്ഞു തരൂ നിങ്ങൾ? എന്താവരും മിണ്ടാതെ? എവിടുന്ന് വരണു ഈശ്വരൻ പ്ലസ് ഈശ്വരൻ മൈനസ്? എവിടുന്നാണ് ഈ വരുന്നത്? ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ സ്ഥലത്തും കാണാനില്ല. സർവം വിഷ്ണുമയം ജഗത്, സർവം ബ്രഹ്മമയം, വാസുദേവ സർവമിതി. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്യിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. എന്തേ വായില്ലേ നിങ്ങൾക്ക് പാടാൻ? മനസ്സില്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ?
ബുദ്ധിയില്ലേ നിങ്ങൾക്കറിയാൻ? ബാക്കിയുള്ള പുസ്തകങ്ങൾ മാത്രമേ വായിക്കുള്ളൂ. ഇവിടെ ഈശ്വരനല്ലാതെ ഒരു സാധനമില്ല, എല്ലാം ഈശ്വരീയമാണ്. അത് അതേപടിക്ക് കാണണം. അത് കാണിക്കാനും അനുഭവിപ്പിക്കാനുമാണ് നമുക്ക് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും നിർഗളിക്കുന്ന ഒരു പ്രവാഹമാണ്, ഒരു വികാര പാരമ്യതയാണ്, ഒരു ഭാവസമന്വയമാണത്. നമുക്ക് ശരീരത്തിന് ബലം കുറയാം, മനസ്സുണ്ട് ഉള്ളിൽ, അതൊരു കാലത്തും ഇല്ലാതെയാവുന്നില്ല. ആ മനസ്സുണ്ടോ നിങ്ങൾക്ക് ഭക്തിക്ക് പഞ്ഞമുണ്ടാവരുത്, പാടുണ്ടാവരുത്. ആ സുനീതി പറഞ്ഞയച്ചു, നീ പോ തപസ് ചെയ്യുമെന്ന്. നിങ്ങളൊക്കെ അതേമാതിരിയുള്ള അമ്മമാരാ, ഒക്കെ ഭക്തന്മാരാ. കുട്ടികളെ അങ്ങോട്ട് വിടുമോ ഈശ്വരൻ്റെ ഹസ്തത്തിൽ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? എന്തുകൊണ്ട് വിടില്ല? പറയരുത് ഈശ്വരനില്ല എന്ന് നാളെ മുതൽക്ക് പറയൂ. വിശ്വസിക്കരുത്. വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ സുദൃഢമാക്കൂ, സമഗ്രമാക്കൂ, സമ്പന്നമാക്കി തീർക്കൂ. ആ മകനെ പറഞ്ഞയച്ചപ്പോൾ നാരദ മഹർഷി എവിടെ എത്തൂല്ലോ. അവിടെ എത്തി. എവിടെയാ മോനെ പോണുന്നത്? ഞാൻ ഉപവനത്തിലേക്ക് അമ്മ പറഞ്ഞ് തപസ് ചെയ്യാൻ പോവുക. എന്തിനാ? മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ. മഹാവിഷ്ണുവോ ദുരാരാധ്യം, വളരെ ബുദ്ധിമുട്ടാണ്. അനവധി ആൾക്കാർ പരിശ്രമിച്ചു, ആ പരിശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടു. നീയാണോ ജയിക്കാൻ പോണത്? അതുകൊണ്ട് പോണ്ട, ഈ ഭഗീരഥ പ്രയത്നം വിട്ട് രാജധാനിക്ക് തിരിച്ചു പോ. സാരില്ല, നമുക്ക് കുറച്ച് കൊക്കോക്കോലയോ പെപ്സിയോ ഒക്കെ ആയിട്ട് കാര്യങ്ങൾ സമാധാനിപ്പിക്കാം, ഞാനും കുറച്ച് പെപ്പർമുണ്ട് തരാം എന്നല്ല നാരദ മഹർഷി പറഞ്ഞത്. ഇങ്ങനെയാ പറഞ്ഞത്. അതങ്ങോട്ട് കേട്ടപ്പോൾ ധ്രുവൻ പറയുകയാണ്, മഹർഷേ, അങ്ങയോട് എനിക്ക് ആദരവുണ്ട്, ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ മനസ്സിലാക്കണം, ഞാനൊരു ക്ഷാത്ര ശിശുവാണ്, എന്നിൽ ക്ഷാത്രവീര്യമുണ്ട്. അനവധി ആൾക്കാർ പരിശ്രമിച്ചു, സാധിച്ചില്ല എന്ന് പറയുന്ന സമയത്താണ് അതിൽ പരിശ്രമിക്കാൻ എനിക്ക് ഉജ്ജ്വലതയും നിർബന്ധവും കൂടുന്നത്. ബാക്കി പലരും തോറ്റയിടത്ത് ഈ കുട്ടി ഇതാ ജയിക്കാൻ പോണു. എന്നെ ജയിപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനുമായി അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ വായടച്ച് മടങ്ങിപ്പോവൂന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വായടച്ച് മടങ്ങിപ്പോവൂന്ന് പറഞ്ഞു. നാരദ മഹർഷിക്ക് തല കുളിർന്നു, സന്തോഷമായി. ഇതാണ് എനിക്ക് ആവശ്യം. എൻ്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചു, ചെവിയിൽ ആരും കേൾക്കാതെ ഒരു മന്ത്രം ഉപദേശിച്ചു. ആ ഉപവനത്തിൽ കിടക്കുന്നതിന് മുൻപ് തന്നെ ഈ നിമിഷം മുതൽക്ക് ഈ മന്ത്രം നിൻ്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെ തിളച്ച് മറിയട്ടെ എന്ന്. ആ മന്ത്രവും കൊണ്ടാണ് ധ്രുവൻ അവിടെ ചെന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? തപസ്, തപസ്, അതാണ് നിങ്ങൾ ഊന്നി വയ്ക്കേണ്ടത്. നമ്മുടെ ക്ഷേത്രം നമുക്ക് തപസ് ചെയ്യാനുള്ളതാണ്, തപസ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. മുടങ്ങാതെ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രസാദം തൊട്ട് പോവുക എന്ന് പറഞ്ഞാൽ ആ മുടങ്ങാതെ ചെയ്യുന്നതിൻ്റെ പേരിൽ അതൊരു തപോനുഷ്ഠാനമായി തീരുന്നു. നിങ്ങളുടെ വീട്ടിലൊരു പക്ഷേ നിങ്ങളത് ചെയ്തു എന്ന് വരില്ല. വീട്ടിലായാലും ഒരു പൂജാമുറിയിൽ എന്നും അരമണിക്കൂറോ ഒരു മണിക്കൂറോ പൂജ ചെയ്തേ ഞാൻ കാപ്പി ചായ കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് ചെയ്താൽ അതും ഒരു തപസ്സാണ്. യജ്ഞം, ദാനം, തപസ് എന്ന് 3 എണ്ണമാണ് നമുക്ക് ആവശ്യം. യജ്ഞം ഈശ്വരാർത്ഥം ചെയ്യുന്നതൊക്കെ യജ്ഞമാണ്. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെടാത്തവർക്ക് നാം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കൊടുക്കുന്നത് എന്തും ഇത് കൊണ്ടുപോയി ഉപയോഗിക്കൂ, ഞാനതിൽ സന്തോഷിക്കുന്നു, എനിക്ക് കൃതാർത്ഥതയുണ്ടെന്ന് പറഞ്ഞ് സൗമ്യമായി വിനയമായി കൊടുത്താൽ അത് ദാനമായി. തപസ് എന്ന് പറയണതോ സാധാരണ നാം ചെയ്യാത്തത് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് എന്തെങ്കിലും മുടക്കുക. എന്നും നമ്മൾ 3-4 നേരം ആഹാരം കഴിക്കണു. ആഴ്ചയിൽ ഒരു ദിവസമോ 15 ദിവസം കൂടുമ്പോഴോ തീരുമാനിക്കുക ഒരു ദിവസം ഒരിക്കലാണ്, അല്ലെങ്കിൽ ഏകാദശിക്ക് ഉപവാസമാണ്. അതാണ് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ അതാ. പ്രതിദിനം ഞാൻ എങ്ങനെയായാലും ഒരധ്യായം ഭഗവത്ഗീത വായിക്കും, വ്യാഴാഴ്ച ദിവസം മുഴുവനും വായിക്കും, അല്ലെങ്കിൽ 30 വ്യാഴാഴ്ചയ്ക്കെങ്കിലും ഒരു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലും. എന്തെങ്കിലും ഒന്നിങ്ങനെ കൂട്ടിച്ചേർക്കൂ കൂട്ടരെ നിങ്ങളുടെ ജീവിതത്തിൽ. കുട്ടികളോട് ഇരിക്കാൻ പറയൂ ഒരു 20 മിനിറ്റ് നേരം. അവരൊന്നും ചെയ്യണ്ട, വെറുതെ കണ്ണടച്ചിരിക്കട്ടെ. ആ ഇരിപ്പ് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമായി തീരും ഭാവിയിൽ. അത്ര വിശേഷപ്പെട്ടതാണ് ഈ തപസ്. ആ തപസ് ചെയ്യാൻ പോയി ആര്? 5 വയസ്സായ ധ്രുവൻ. തുടക്കത്തിലേ തപസ് തന്നെയായിരുന്നു. ആഹാരം കഴിക്കുന്നതിലാ ക്രമീകരണം തുടങ്ങിയത്. ഫലമൂലാദികൾ കഴിച്ചു, അത് കഴിഞ്ഞ് ഒരു നേരം ആഹാരമായി, അതും വിട്ടു. വെള്ളം കുടിച്ചു, അതും വിട്ടു. അവസാനം ശ്വാസം മാത്രം, അതും വിട്ടു. ഇവിടെ 5 വയസ്സായ ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്.
പക്ഷേ കേൾക്കുന്നവർക്ക് ആർക്കും 5 വയസ്സല്ല ഇവിടെ, എല്ലാവരും പ്രായം കൂടിയവരാ. ധ്രുവൻ്റെ രൂപത്തിൽ പറഞ്ഞാലും ധ്രുവനെ കൊണ്ട് ചെയ്യിച്ചാലും മനുഷ്യർ ചെയ്യേണ്ടതും അനുസരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവിടെ മഹർഷി ഉദ്ബോധിപ്പിക്കുന്നത്. ആ കുട്ടി ചെയ്ത തപസ്സിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് തോന്നണം, 5 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ തപസ് ചെയ്താൽ 50കാരൻ ഞാൻ എന്തുകൊണ്ട് ചെയ്യില്ല? നമുക്ക് തപസ് ചെയ്യാനുള്ള ബലമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. മനസ്ഥിതിയുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. നമുക്ക് ബലമുണ്ട്, ശരീരം ക്ഷീണിച്ചോട്ടെ, മനസ്സിനാണ് ബലം, മനസ്സിനാണ് ബലം, മനസ്സിനാണ് ബലം. ഞാൻ ആശ്രമത്തിലേക്ക് വരുന്നതിന് മുൻപ് 10-ാം തീയതി മുതൽ ആശ എന്ന് പറഞ്ഞ് ഒരു വനിത, ഒരു സ്ത്രീ എന്നോട് വിളിച്ച് പറയുകയാണ്, സ്വാമിജി ഞാനിതാ പയോവ്രതം തുടങ്ങാൻ പോണു, പാലുകൊണ്ട് അഭിഷേകം കഴിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത്? നിലത്താണോ കിടക്കണത്? പാല് മാത്രമാണോ കഴിക്കണേ? പാലല്ല, അതിൽ ഞാൻ കുറച്ച് ഗോതമ്പ് വേവിച്ച് കഴിക്കുന്നുണ്ടെന്ന്. ഈ പയോവ്രതം ആരാ അനുഷ്ഠിച്ചത്? അതിഥി അനുഷ്ഠിച്ചു. ആ അതിഥി അനുഷ്ഠിച്ചതിന് ശേഷം നിലത്ത് കിടന്നുകൊണ്ട് പാല് മാത്രം കഴിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്രതമാണ്. അതിൻ്റെ പര്യവസാനത്തിൽ ആ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് വാമനൻ അവതരിച്ചതൊക്കെ അപ്പോഴാ. ഇന്നും ഇതാ ഒരാൾ അത് അനുഷ്ഠിക്കാനുണ്ടെന്ന് നിങ്ങളോട് പറയാനാ ഈ ചരിത്രം പറഞ്ഞത്. നിങ്ങളൊക്കെ വിചാരിക്കണു നാഗരിക ജീവിതം നമ്മളെ അവ്രതക്കാരായി എന്ന് വിചാരിക്കരുത്. എവിടെ മനുഷ്യനുണ്ടോ, എവിടെ മനസ്സുണ്ടോ, എവിടെ ബുദ്ധിയുണ്ടോ, എവിടെ ഹൃദയമുണ്ടോ, അവിടേക്ക് പ്രവേശിക്കാനും അത് ശുദ്ധമാക്കി സ്ഫുടം ചെയ്തെടുക്കാനും നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു വഴി തപസ്സാണെന്ന് മനസ്സിലാക്കൂ. തിന്ന് കുടിച്ച് ഉറങ്ങി പെരുകി വർദ്ധിച്ച് മാത്രം മനുഷ്യജീവിതം ഒടുങ്ങരുത്. നമുക്ക് തപസ് വേണം, യജ്ഞം വേണം, ദാനം വേണം. ഇത് മൂന്നുമില്ലാതെ ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം നത്യാജ്യം കാര്യമേവതത്. ഭഗവത്ഗീതയിൽ 18-ാമത് അധ്യായത്തിൽ പറഞ്ഞു ധരിപ്പിക്കുന്നതാണ്. യജ്ഞവും ദാനവും തപസ്സും ഒരു കാലത്തും വിടരുത്. അതുമാത്രമേ അറിവുള്ളവർക്ക് പാവനാനി ശുദ്ധികരമായിട്ടുള്ളൂ. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഹൃദയവും ശുദ്ധമാകണമെങ്കിൽ യജ്ഞവും ദാനവും തപസ്സും വേണം. എത്ര തവണ പറയണം ഞാനിത്? വെറുതെ ന്യൂസ് പേപ്പർ വായനയും ചായ കുടിയും ഷൂ എന്നുള്ളതും പോരാ, പോരാ, പോരാ. നമുക്ക് വ്രതം വേണം. യജ്ഞദാനം തപസ് കൂടിയേ തീരൂ. അതുകൊണ്ട് മാത്രമേ വ്യക്തിത്വം ശുദ്ധമാവുള്ളൂ, അവിടേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ആ കുട്ടി വായുവും കൂടി നിർത്തി തപസ് തുടങ്ങിയപ്പോൾ ലോകത്തിനാകെ വീർപ്പുമുട്ട്. തപസ്വികളടക്കം എല്ലാവരും വൈകുണ്ഠത്തിൽ ചെന്നു. മഹാവിഷ്ണു എപ്പോഴും എവിടെയാ? ഉറങ്ങുക. അദ്ദേഹം ലോകം സന്ധാരണം ചെയ്തത് മിണ്ടാൻ്റെ ഉറങ്ങിക്കൊണ്ടാ. വല്ലവരും വന്ന് വിളിച്ചാലേ എണീക്കുള്ളൂ. അവിടെ ചെന്ന് ഉണർത്തിയപ്പോൾ എനിക്കിത് മനസ്സിലായി, ഈ കാര്യം നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഉടനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു വന്നു. ഈ കുട്ടിയാണെങ്കിൽ കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. എന്താ ധ്യാനം? ആ മഹാവിഷ്ണുവിൻ്റെ ചതുർഭുജധാരിയായിരിക്കുന്ന രൂപം അത് പരിപൂർണമായി അങ്ങനെ സ്വർണം പോലെ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. കണ്ണടച്ചങ്ങനെ നിൽക്കണു. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായപ്പോൾ പേടിച്ച് എല്ലാം കഴിഞ്ഞ് കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ മഹാവിഷ്ണു മുമ്പിൽ നിൽക്കണു. ഇത് ധ്രുവൻ പ്രതീക്ഷിച്ചില്ല. മഹാവിഷ്ണു വന്നങ്ങോട്ട് നിന്നപ്പോൾ ചെറിയ കുട്ടിയല്ലേ, എന്തു വേണമെന്ന് മനസ്സിലായില്ല. ഭഗവാൻ മുമ്പിൽ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം നിങ്ങൾ പറയൂ, എന്താ ചെയ്യാന്ന്? നിങ്ങൾ സ്തുതിക്കും, ആരാധിക്കും. അതാണല്ലോ വേണ്ടത്. 5 വയസ്സായ കുട്ടിക്ക് അത് സാധിച്ചില്ല, പരിഭ്രമിച്ചു. ആ പരിഭ്രമം കണ്ടപ്പോഴാണ് മഹാവിഷ്ണു കയ്യിലുള്ള ആ ശംഖുണ്ടല്ലോ, എന്താ ഈ ശംഖ്? ആരെടുത്ത് ഊതിയാലും വളരെ വിശേഷപ്പെട്ട ഒരേപോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ഈ ശംഖ്. അപ്പോൾ നമ്മുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ശംഖ് പോലെ ആയിരിക്കണം. നമ്മുടെ കഴുത്തും കോലും ശംഖ് പോലെ ആവണം എന്നൊക്കെയാണ് പറയുക. ആ ശംഖ് കൊണ്ട് 2 കവിളും ഒന്നങ്ങോട്ട് തലോടിയതോടുകൂടി ധ്രുവൻ വാചാലനായിട്ട് പറയുക. അമ്മ പറഞ്ഞയച്ചത് എന്താ? തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജപദ്ധതിം മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം അനന്യഭാവേ നിജധർമ്മഭാവിതേ. ഇത് പറഞ്ഞിട്ടാണ് അയച്ചത്.
അനന്യഭാവേ നിജഭാവഭാവിതേ നിജധർമ്മഭാവിതേ. അനന്യഭാവത്തോടുകൂടി മനസ്സിൽ മഹാവിഷ്ണുവിനെ നിർത്തണം. ആ മഹാവിഷ്ണു എങ്ങനെയാ? തമേവ വത്സ ആശ്രയ ഭൃത്യവത്സലം. തൻ്റെ ഭൃത്യന്മാർ തന്നെ ഭജിക്കുന്നവരോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ് അദ്ദേഹം. ആ മനസ്സിൽ അവരോധിച്ച് അനന്യഭാവത്തോടുകൂടി ആ പുരുഷനെ ഭജിക്കൂ, ആശ്രയിക്കൂ. അദ്ദേഹം മോക്ഷം പോലും തരാൻ സന്നദ്ധനാണ്. മുമുക്ഷുഭിഹി മൃഗ്യപദാബ്ജ പദ്ധതിം. മോക്ഷം വേണം എന്ന് അഭിലഷിക്കുന്നവർ സദാ ആശ്രയിക്കുന്ന വിശേഷപ്പെട്ട പാദകമലങ്ങളാണ് മഹാവിഷ്ണുവിനെ. അദ്ദേഹത്തിനെ നല്ല ബുദ്ധിയോടുകൂടി ആശ്രയിക്കൂ, മനസ്സിലാണ് പിടിച്ചു നിർത്തേണ്ടതെന്ന്. ഇത് നല്ല പോലെ ഓർമ്മ വരുന്നുണ്ട് ആർക്ക്? ധ്രുവന്. അങ്ങനെ ആ മഹാവിഷ്ണു തലോടിയതോടു കൂടി അദ്ദേഹം ആദ്യത്തെ സ്തുതിയാണത്. ആ അമ്മ പറഞ്ഞത് ഓർമ്മ വെച്ചുകൊണ്ട് പുരുഷം എന്നൊരു വാക്കമ്മ ഉപയോഗിച്ചു. മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. അത് ഓർമ്മ വെച്ചുകൊണ്ട് പറയുക. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നോക്കൂ, ഭാഗവതം നമ്മെ എങ്ങനെ പഠിപ്പിക്കണമെന്ന്. എന്താണ് രംഗം? ഉപവനം. ആരാണ് തപസ് ചെയ്യുന്നത്? 5 വയസ്സായ കുട്ടി. വന്നു നിൽക്കുന്നതോ മഹാവിഷ്ണു. എത്ര മാസം എടുത്തു? 5 മാസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് 50 കൊല്ലമായിട്ടെന്തുണ്ടായി? 50 കൊല്ലം 5 മാസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ് അദ്ദേഹം. എങ്ങനെയാണ് സ്തുതിക്കണത്? യോന്തഃ പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധര സ്വധാംന. ഭഗവാൻ അഖിലശക്തി, എല്ലാ ശക്തികളോടും കൂടി നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനമായി അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിലശക്തിധര സ്വധാംന. അദ്ദേഹം അവിടെ ഇരിക്കണേ ഉള്ളൂ. സന്നിഹിതനാണ്. അങ്ങനെ സന്നിഹിതനായി എന്തു ചെയ്യണു? അന്തഃ പ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച് മമ വാചമിമാം പ്രസുപ്താം, ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ ഉജ്ജീവിപ്പിച്ച് മുത്തുപോലെയുള്ള അക്ഷരങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും ലേഖനങ്ങളുമൊക്കെയായി പുറത്തിങ്ങനെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ മുൻപിൽ ഒരു സ്വാമിജി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സ്വാമിജിയുടെ വായിൽ ഒരു നാവേ ഉള്ളൂ, 2 വരി പല്ലുണ്ട്, ഒരു തൊണ്ടയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളോ എത്രയെത്ര വാക്കുകളായി വരുന്നത്. ഒരു നാവിന് ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അടക്കുപെട്ടിയിൽ തീ കൊടുത്ത മാതിരി പടപടപടപടപടപടപടപട എങ്ങനെയത് വരണത്? ആ വാക്ക് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം. യോന്തഃ പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയതി. ഓരോ വാക്കിനെയും ഉജ്ജീവിപ്പിക്കാനായി നമ്മുടെ പരമാത്മാവായ പരമേശ്വരൻ, ആ മഹാപുരുഷൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ഇരിപ്പുറച്ചിരിക്കുന്നു. അദ്ദേഹമാണ് ഈ വാക്കുകളെ ഉജ്ജീവിപ്പിക്കുന്നത്. ഉറങ്ങി എണീറ്റാൽ നമ്മുടെ നാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വര പ്രഭാവം കൊണ്ടാണ്. നിങ്ങളുടെ ഒരൊറ്റ ആളുടെയും മെടുക്കുകൊണ്ടല്ല, സാമർഥ്യം കൊണ്ടല്ല. നമ്മളെ മാതിരി നാവ് ആനയ്ക്കുണ്ട്, തത്തയ്ക്കുണ്ട്, നാവ് നായ്ക്കുണ്ട്, പശുവിനുണ്ട്. അവർക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്താ മിണ്ടാതെ? നമ്മൾ മാത്രം എങ്ങനെയാണ് സംസാരിക്കണത്? അഖിലശക്തിധര സ്വധാംന. അങ്ങനെ വാക്ക് മാത്രമേ പുറപ്പെടുവിക്കുന്നുള്ളൂ? ഇല്ല, വാക്ക് മാത്രമല്ല. അന്യാംശ ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ. കയ്യ്, കാല്, കാത്, ത്വക്ക്, എന്തെല്ലാം ഇന്ദ്രിയങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രശോഭിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അങ്ങയുടെ അഖിലശക്തിധരമായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യമാണ്. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എൻ്റെ പ്രാണനെയും സഞ്ചരിപ്പിക്കുന്നത് അങ്ങയാണ്. അങ്ങനെയുള്ള പുരുഷൻ എന്ന് എന്താ ഉപയോഗിക്കാൻ കാരണം? അമ്മ പറഞ്ഞയച്ചു. എന്ത്? മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. അപ്പോൾ വന്നു നിൽക്കുന്നത് മഹാപുരുഷനാണ്.
പുരുഷൻ എന്നുള്ള വാക്കിനർത്ഥം പുരി ശേതേ ഇതി പുരുഷ. ഒരു ഗോപുരം പോലെ, വലിയ ഗോപുരങ്ങൾ ദ്വാരങ്ങളൊക്കെ ഉള്ളതായ ഒരു രാജ്യത്തിലുള്ള രാജാവിനെ പോലെ നമ്മുടെ ശരീരം നവദ്വാരേ പുരേ ദേഹി. 9 ദ്വാരങ്ങളുള്ള വലിയ ഒരു പട്ടണമാണത് നമ്മുടെ ശരീരം. നിങ്ങൾ വിശ്വസിക്കില്ലാവോ? ഇതെന്താ സ്വാമിജി അസംബന്ധം പറയണത്? ഞാനിപ്പോൾ തെളിയിപ്പിച്ചു തരാം പട്ടണമാണെന്ന്. എങ്ങനെയാണ് തെളിയിപ്പിക്കുക? നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? ഇല്ല. ആ സ്വപ്നത്തിൽ സഞ്ചരിക്കാറുണ്ടോ? മുംബൈയിൽ മാത്രമാണോ ഇരിക്കുക? ചിലപ്പോൾ വാഷിങ്ടണിലേക്കും ലണ്ടനിലേക്കും ഒക്കെ പോവാറില്ലേ? അല്പസ്വല്പം വൈകുണ്ഠത്തിലേക്കും കൈലാസത്തിലേക്കും പോകുന്നുണ്ടല്ലോ. ഇത്രയധികം ദൂരമുള്ള സ്ഥലങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ പ്രതിഫലിപ്പിച്ച് നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ച് യാത്ര നടത്തിയ അനുഭവം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലം വലുതോ ചെറുതോ? എന്താ മിണ്ടാത്തെ? മറ്റൊരു മറുപടി ഇതിനുണ്ടോ ഈ സദസ്സിൽ? നമ്മുടെ ശരീരമാണ് ചെറുത്, പക്ഷെ അനുഭവിക്കുന്നത് ശരീരമല്ല, ചേതനാത്മകമായിരിക്കുന്ന മനസ്സാണ്. അത് ആകാശത്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് ചിതാകാശം എന്ന് പേര് പറയുന്നത്. ആ ചിതാകാശത്തിൽ എത്ര പട്ടണം, എന്തൊക്കെ വേണമെങ്കിൽ, എത്ര ഭൂമി, എത്ര വിശ്വം വേണമെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു നവദ്വാരേ പുരേ ദേഹി, അങ്ങനെയുള്ള പുരത്തിൽ അധിവസിക്കുന്നവനാണ് ഈശ്വരൻ ഭഗവാൻ. ആ പുരുഷനെ ഞാനിതാ പ്രണമിക്കണു എന്ന് പറഞ്ഞു. ഇതാണ് ആദ്യത്തെ ശ്ലോകം ധ്രുവൻ്റെ. 5 വയസ്സായ കുട്ടിയുടെ മുഖത്തിൽ നിന്ന് വരികയാണ്. ആ ശ്ലോകം വഴി നിങ്ങൾ അന്വേഷിക്കുന്ന ഭഗവാൻ എവിടെയാണെന്ന് വേദവ്യാസ മഹർഷി പറഞ്ഞു തരുന്നുണ്ടോ ഇല്ലേ? എവിടെയാ? എവിടെയാ? ഉള്ളിൽ. എത്ര ദൂരമുണ്ട്? 0. എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? മനഃശുദ്ധി ഇല്ലാത്തതിൻ്റെ പേരിൽ, ഭക്തി വേണ്ടതുപോലെ പ്രശോഭിക്കാത്തതിൻ്റെ പേരിൽ, ബുദ്ധിക്ക് വേണ്ടത്ര വിജ്ഞാനം ആശയദീപ്തി ഇല്ലാത്തതിൻ്റെ പേരിൽ ശാസ്ത്രങ്ങൾ വായിക്കൂ, സത്സംഗത്തിൽ പങ്കെടുക്കൂ, മഹാത്മാക്കളുടെ അടുത്ത് ചെല്ലൂ, ദീക്ഷ മേടിക്കൂ, കുറേശ്ശെ ധ്യാനിക്കൂ, മുഴുവനുമല്ലെങ്കിൽ തത്വവിചാരം ചെയ്യൂ. ഇതുകൊണ്ട് നിങ്ങളുടെ ഉള്ള് വികസിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന പവിത്രതയും ദിവ്യത്വവും തന്നെത്താനെ വരും. നിങ്ങൾക്ക് ഒരിക്കലും അതിന് മാറ്റം വരില്ല, അതിങ്ങനെ ഉണ്ടാവും. അപ്പം ഈ ആശയം തെളിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാവും. മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ സ്തുതിക്കുന്നത് ധ്രുവൻ. അപ്പോൾ ഭഗവാന്റെ മുൻപിൽ ഭഗവാനും ഭക്തനും നേർക്കുനേരെ എന്നാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അവിടെ വന്ന് നിന്നു. ആ മഹാവിഷ്ണു ശംഖ് കൊണ്ട് തലോടിയതിന് ശേഷം എന്തുണ്ടായി? സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് തനിക്ക് പറയാനുള്ള സങ്കടങ്ങൾ കുറേശ്ശെ വെളിപ്പെടുത്തി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം മേടിച്ച് മടങ്ങി വരിക. ആ മടങ്ങി വരുന്ന സമയത്ത് ധ്രുവൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ഉണ്ടാവുന്നു. കേൾക്കുന്നുണ്ടോ? ഭഗവാനും ഭക്തനും നേർക്കുനേരെ. അഹോബത മമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യത ഭവച്ഛിത പാദമൂലം ഗത്വാ അയാചേ യദന്തവത്. ഞാനവിടെ പോയത് എന്തിനാ? മഹാവിഷ്ണുവിനെ തപസ് ചെയ്തത് എന്തുകൊണ്ടാ? എൻ്റെ അച്ഛൻ്റെ മടി എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആക്ഷേപത്തിലും സങ്കടത്തിലുമാണ് അവിടെ ചെന്നത്. പക്ഷേ ഞാൻ പോയി ഭജിച്ചതും ആരാധിച്ചതും ആരെയാ? അഹോബത മമാനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യത. നോക്കൂ, മന്ദഭാഗ്യനായില്ലേ ഞാൻ? മോക്ഷവും കൂടി തരാൻ തയ്യാറായിട്ടുള്ള മഹാവിഷ്ണുവാണെന്ന് അമ്മ പറഞ്ഞയച്ചിരുന്നു. നാരദ മഹർഷി ഒന്നും കൂടിയും സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നിട്ട് മഹാവിഷ്ണു വന്ന സമയത്ത് എനിക്ക് മോക്ഷം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ മനസ്സിനുള്ള ആർത്തിയും ദുഃഖവുമാണ് കുറേയൊക്കെ വ്യംഗ്യമായിട്ടെങ്കിലും ഉണർത്തിച്ചത്. ആ ഉണർത്തിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും മേടിച്ചു പോന്നു. വലിയൊരവസരം കിട്ടിയത് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. അഹോബത മമാനാത്മ്യം. എൻ്റെ വിശേഷബുദ്ധി കുറവ് നോക്കൂ, എൻ്റെ വീണ്ടു വിചാരമില്ലായ്മ നോക്കൂ, എൻ്റെ വിഡ്ഢിത്തം നോക്കൂ, പമ്പര വിഡ്ഢിത്തം. ഭവച്ഛിത, ഈ സംസാരബന്ധം മുഴുവനും ഛേദിക്കാൻ ശക്തിയുള്ള ആ പാദമൂലത്തിൻ്റെ അടുത്തെത്തി ഗത്വാ അയാചേ യദന്തവത്. നശ്വരമായിരിക്കുന്ന ചില ലാഭങ്ങൾക്ക് വേണ്ടി ഞാൻ യാചിച്ചുല്ലോന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ചെന്നിട്ട് തന്നെയല്ലേ ചെയ്യണത്? അവിടെ ചെന്നവർ ഒറ്റ ആളെങ്കിലും ഭഗവാന്റെ നക്ഷത്രത്തിൽ എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ടോ കൂട്ടരെ നിങ്ങൾ? അശ്വതി, മകം തിരുവാതിര,
ആയില്യം, ഇതിനൊക്കെ നക്ഷത്രം. എന്തിനാ? അവർക്കൊക്കെ ഭർത്താവ് വേണം, കുട്ടികൾ വേണം, അവരുടെ പരീക്ഷയിൽ പാസ്സാവണം. പറയണത് എന്താ? ഭഗവാനേ, അങ്ങാണ് സർവസ്വം, അങ്ങാണ് സർവസ്വം. പിന്നെ എന്തിനാ മകളുടെ നക്ഷത്രം? അപ്പം മകൾ നക്ഷത്രമല്ലേ അതിന് മീതെ നിൽക്കണത്? എന്താ ഇവരും മിണ്ടാതെ? ഭഗവാൻ അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും വരുന്നില്ല. ആ ഭഗവാൻ സർവ്വകാര്യങ്ങളും നോക്കിക്കോളും. അപ്പം ഭഗവാൻ സുപ്രീമാണെന്ന് ഒരിടത്ത് പറഞ്ഞ് രണ്ടാമത് വേറെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടാമത്തെ കാര്യമാണല്ലോ ആദ്യത്തേക്കാൾ മേലെ നിൽക്കുന്നത്. ഇതാണ് നമുക്ക് വരുന്ന കുഴപ്പം. ഇത് അവനവൻ്റെ അവിവേകം കൊണ്ട് വരുന്നതാ. ആരെയാ ഭജിക്കണത്, എന്തിനാണ് ഭജിക്കണത് എന്ന് നല്ല പോലെ ആലോചിക്കുന്നില്ല. ഭവച്ഛിദഃ പാദമൂലം ഗത്വാ അയാജേ യദന്തവിത് മതിർവിദൂഷിതാ ദേവൈഃ പദദ്ഭിഃ അസഹിഷ്ണുഭിഃ യോ നാരദവചസ്തഥ്യം നാഗ്രാഹിഷം അസത്തമഃ. നാരദ മഹർഷി പറഞ്ഞിട്ടും ആ മുൻകരുതൽ എൻ്റെ മനസ്സിലുണ്ടായില്ലല്ലോ. ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടത് വ്യർത്ഥമായി പോയില്ലേ? അദ്ദേഹത്തിനോട് എക്കാലത്തേക്കും നിലനിൽക്കുന്ന ആ മോക്ഷം, നിത്യസുഖം മാത്രം ഞാൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു. എനിക്ക് സംഭവിച്ച ആ ദുഃഖം അത് മനസ്സിൽ വെച്ചുകൊണ്ട് രാജധാനിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ പോകണം, സിംഹാസനത്തിൽ ഇരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഞാൻ യാചിച്ചത്. വലിയ തെറ്റായി പോയല്ലോ. ഇതിനെല്ലാം കാരണം എന്താ കാരണം? തപ്യേ ദ്വിതീയേപ്യസതി ഭ്രാതവ്യഹൃദ്രുജ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉത്തമൻ, ആ ഉത്തമനോടുള്ള അസൂയ. അവൻ വാസ്തവത്തിൽ എൻ്റെ സഹോദരനാണ്. ആ സഹോദരനെ ഞാൻ ശത്രുവായിട്ട് കണക്കാക്കി. അവനിരിക്കുന്ന മടി എനിക്ക് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അവനാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ഉത്തമനോട് ദേഷ്യവും അച്ഛനോട് നീരസവും എല്ലാം തോന്നിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ തോന്നൽ ഒരിക്കലും എൻ്റെ മനസ്സിൽ ശരിയായില്ല. വാസ്തവത്തിൽ ഇവിടെ രണ്ടാമതൊന്നുമില്ല, എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഉത്തമനോട് എന്തിനാ എനിക്ക് അസഹിഷ്ണുത തോന്നിയത്, അസൂയ തോന്നിയത്? ഇതൊരിക്കലും ശരിയല്ല. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവഗതായുഷി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കൊണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് പോലെയാണ് ഞാൻ മഹാവിഷ്ണുവിനോട് ആർത്തിപരിഹാരം ആവശ്യപ്പെട്ടത്. എത്ര കാലം ജീവിക്കും ഇവിടെ? ഏതാനും ദശാബ്ദങ്ങൾ. അതിലെന്ത് തന്നെ കിട്ടിയാലും എന്താ? കൊലച്ചോറ് പോലെയല്ലേ? തൂക്കിക്കൊല്ലാൻ നിശ്ചയിച്ചവനെ കൊണ്ടുപോയി ഭംഗിയായിട്ട് സദ്യ കൊടുത്താൽ അവന് വേണ്ടതുപോലെ രുചിച്ച് കഴിക്കാൻ പറ്റുമോ? അതുപോലെ ഒരു കൊലച്ചോറല്ലേ ഇവിടെ ഉണ്ടായത്. എങ്ങനെ ശരിയാവും? പ്രസാദ്യ ജഗതാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിദം അയാജേഹം ഭവം ഭാഗ്യവിവർജിത. ഈ സംസാരം മുഴുവനും നശിപ്പിക്കാൻ ത്രാണിയുള്ളതായ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച് ജഗതാത്മാനം, ജഗത്ത് മുഴുവനും ആത്മാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തപസാ ദുഷ്പ്രസാദനം, പ്രസാദിപ്പിക്കാൻ വളരെ ക്ലേശകരമാണെന്ന് പറഞ്ഞു. ആ മഹാവിഷ്ണുവിനെ ഞാൻ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചതിന് ശേഷം ഞാൻ ആവശ്യപ്പെട്ടതോ തുച്ഛമായിട്ടുള്ള കാര്യമാണെന്ന്. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഭഗവാനും ഭക്തനും നേർക്ക് നേരെ ഉണ്ടായ കാര്യം അത്. ചെറിയ കുട്ടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ധ്രുവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്. ഒരു ഭാഗത്ത് പെറ്റു വളർന്നിട്ടുള്ള രാജധാനിയിൽ തനിക്ക് വേണ്ടത്ര സ്വീകരണമില്ല എന്ന് കണ്ടപ്പോൾ അമ്മ കാട്ടിൽ ചെന്ന് തപസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് ജഗദീശ്വരൻ്റെ ഹസ്തങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. അതിനെപ്പോഴും സന്നദ്ധമായിരിക്കുക. പ്രപഞ്ചം നമ്മളെ തോൽപ്പിച്ചു, പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. പ്രപഞ്ചത്തിൻ്റെ രചയിതാവ് നമ്മളെ തോൽപ്പിക്കില്ല, നമ്മളെ എപ്പോഴും ജയിപ്പിക്കും. രണ്ടാമത്, ആ ഭഗവാൻ മുൻപിൽ വന്ന് നിന്നപ്പോൾ പോലും തനിക്ക് സംഭവിച്ച ആ താത്കാലികമായിരിക്കുന്ന വേദനയാ മുൻപിൽ നിന്നത് ധ്രുവൻ്റെ. ആ കാര്യം കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും ആ ധ്രുവൻ്റെ മനസ്സിൽ ഒരു വീണ്ടു വിചാരം ഉദിച്ച് താൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എൻ ഇൻ്റലിജൻസ് ആഫ്റ്റർ ദ ഈവൻറ്റ്, നോട്ട് ബിഫോർ ദ ഈവൻറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു അത്, ധ്രുവൻ്റെ ആ കൊച്ചുകുട്ടിയുടെ. അതേമാതിരി ഈ കഥ കേട്ട് നിങ്ങൾ എന്തു വേണം? മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ ഒരു ചാർത്തും കൊണ്ട് പോവരുത്. എന്ത്? ഒരു പട്ടികയും കൊണ്ട് നിങ്ങളവിടെ പോവരുത്. ഭഗവാന്റെ മുൻപിൽ അടിയറ വയ്ക്കുക, കയ്യും കാലും വീശിപ്പോവുക, ഞാൻ അങ്ങയുടെയാണെന്ന് പറയുക. എങ്ങനെ? എടുത്തോളൂ, വേണ്ടതൊക്കെ ചെയ്തോളൂ, തല്ലുകയാണെങ്കിൽ തല്ലൂക്കോളൂ, അതിന് തലോടുകയാണെങ്കിൽ തലോടിക്കോളൂ.
അല്ല, കിരീടം വയ്ക്കുകയാണെങ്കിൽ കിരീടം വയ്ക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ സാധിക്കണം. ഇതാണ് ധ്രുവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത. ഇത്ര വലിയൊരു അവസരം കിട്ടി, ഞാനിങ്ങനെ ദുർഭാഗ്യനായല്ലോ, എൻ്റെ ഭാഗ്യം മുഴുവനും പോയില്ലോ എന്നുള്ളൊരു പശ്ചാത്താപത്തോടു കൂടിയാണ് ധ്രുവൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സദസ്സിലുള്ളവർ ഭൂരിപക്ഷം ജനങ്ങളും ധ്രുവന്മാരാണ്. ഭാഗവതം വായിച്ചും ഈ കഥകൾ കേട്ടും ഈ അവതരണം മനസ്സിലാക്കിയും ആ കാര്യമൊന്നു മാറി നിങ്ങൾക്ക് കൂടുതൽ ഭക്തിയും ആ ഉജ്ജ്വലതയും മനസ്സിലുണ്ടാവട്ടെ. സ്വരാജ്യം യച്ഛതോ മൗഢ്യാൻ മാനോമേ ഭിക്ഷിതോപത. മോക്ഷം തരാൻ തയ്യാറായി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്താ? മാനോമേ ഭിക്ഷിതോപത. എനിക്ക് മാനവും സത്കാരവും രാജധാനിയിലുണ്ടായില്ല, അച്ഛൻ്റെ മടി കിട്ടിയില്ല, അത് ശരിയാക്കി തരണേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈശ്വരാ ക്ഷീണപുണ്യേന ഫലീകാരാൻ ഇവ അധനഃ. എന്താ അതിനർത്ഥം? ഒരു വലിയ രാജാവ് ചക്രവർത്തിയുടെ അടുത്ത് ഒരു യാചകൻ ചെന്നു അത്ര, ഒന്നുമില്ലാത്തവൻ, എന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് 2 പിടി അരി വേണം. രാജാവിൻ്റെ ചക്രവർത്തിയുടെ അടുത്തേ. അതുപോലെയല്ലേ ഞാൻ പെരുമാറിയത്? ഈശ്വരാത് ക്ഷീണപുണ്യേന. ജഗതീശ്വരൻ്റെ അടുത്താണ് ഞാൻ പോയത്, തപസ് ചെയ്ത് അദ്ദേഹമാണ് വൈന്ന് നിന്നത്. എന്നിട്ട് പുണ്യമെല്ലാം പോയപ്പോൾ ഞാൻ ചോദിച്ചത് ഈ നിസ്സാര കാര്യത്തിനാണ്. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്ര്യാദിഭിർഗുണൈ തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപൈവ സ്വയം. ഇങ്ങനെ പറഞ്ഞ് ധ്രുവൻ മടങ്ങി വന്നു. മടങ്ങി വന്ന കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വരുമ്പോഴേക്കും ഉത്താനപാദരും സുരുചിയും സുനീതിയും എല്ലാവരും കൂടി ചെന്നിരിക്കണു സ്വീകരിക്കാൻ. കൊലവാട നാട്ടി പഞ്ചവാദ്യാദികളൊക്കെ ഏർപ്പെടുത്തി. എന്നിട്ട് മകൻ വരാൻ കാത്തിരിക്കുകയാണ്. കാത്തിരുന്നപ്പോൾ ആദ്യം കെട്ടിപ്പിടിച്ചത് ആരാ? സുരുചിയാണ് കെട്ടിപ്പിടിച്ചത്. അമ്മ പിന്നേ ചെയ്തുള്ളൂ. അവരുടെ വിനയം അവർ കാണിച്ചു. അങ്ങനെ എല്ലാവരും കൂടി സത്കരിച്ചു പോയി. കാലാന്തരത്തിൽ എന്തുണ്ടായി? അച്ഛൻ മൃതി അടഞ്ഞു. അതിനുശേഷം സിംഹാസനത്തിലിരുന്നു ഉത്തമൻ പോയി. ആ ഉത്തമൻ പോയ സമയത്ത് കാട്ടിൽ കൊല്ലപ്പെട്ടു. അത് അന്വേഷിച്ചെന്ന അമ്മ കാട്ടുതീയിൽപ്പെട്ടു. അങ്ങനെ ഈ കുട്ടി മാത്രമായി. പിന്നെ ഒരു സംഭവമുണ്ടായി, അത് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇതാണ് ഭഗവാനും ഭക്തനും നേർക്കുനേരെ എന്ന് പറഞ്ഞതിൽ 5 വയസ്സായ കുട്ടിയുടെ ചരിത്രം. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വല്ലത് ജീവിത സന്ദേശം കിട്ടുന്നുണ്ടോ? ഇനി കുറച്ചും കൂടിയും പ്രായം കൂടിയ കുട്ടിയാണ് ആര്? പ്രഹ്ലാദൻ. ചെറുപ്പം മുതൽക്ക് തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യസ്തക്രീഡന ഗോപാലഹ, കളിക്കോപ്പൊക്കെ അങ്ങോട്ട് വിടുവത്രേ. വിട്ടിട്ട് കണ്ണടച്ചിരിക്കും. ആ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും പേടിച്ചു. അയ്യോ വല്ല ബ്രഹ്മരക്ഷസ് പിടിച്ചോ? എന്നിട്ട് കയാതു വന്നിട്ട് എന്തു ചെയ്യും? കുറച്ച് ചാണവെള്ളമൊക്കെ തെളിച്ച് പശുവിനെ കൊണ്ടുവന്ന് വാലൊക്കെ ഒന്ന് ചുറ്റി അങ്ങനെ ദീപാരാധനയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കുട്ടിക്ക് അങ്ങനെയല്ല. ഗോവിന്ദ പരിരംഭിത. സാക്ഷാത് ഗോവിന്ദൻ ഉള്ളിൽ ആലിംഗനം ചെയ്യാണ്. മഹാവിഷ്ണു എന്നെ ആലിംഗനം ചെയ്തു എന്ന് തോന്നി. ആ കുളിരിലും ആ രോമഹർഷത്തിലും കണ്ണടച്ച്. നിങ്ങൾക്ക് ധാരാളം ആനന്ദം കിട്ടിയാൽ എന്തു ചെയ്യും? കണ്ണ് തുറക്കുമോ കണ്ണടയ്ക്കുമോ ആലോചിച്ചിട്ടുണ്ടോ? കണ്ണടച്ച് സുഖമായിട്ട് അനുഭവിക്കും. ഒരാളുടെ ഡിസ്റ്റർബൻസും വേണ്ട. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന കുട്ടിയാണ്. ഹരിഭക്തിയുണ്ട്. ആ ഹരിഭക്തി അച്ഛന് മാത്രം പിടിച്ചില്ല, ഹരിയെ ശത്രുവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഹരിയെ കൊല്ലണം, നശിപ്പിക്കണം എന്ന് പറഞ്ഞ് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ബ്രഹ്മാവിൻ്റെ വരങ്ങൾ കിട്ടിയപ്പോൾ കോക്കോട്ടും എളാങ്കും പിക്കാക്സും കുന്തവും വാളും പരിചയും എല്ലാമായി ആൾക്കാരെ പറഞ്ഞയച്ച് ചിന്തി ചിന്തി ഭിന്തി ഭിന്തി എന്ന് പറഞ്ഞ് അവർ ചെന്നു. ഇന്ന് മാത്രമല്ല മുദ്രാവാക്യം അന്നുമുണ്ട്. ചിന്തി ചിന്തി ഭിന്തി ഭിന്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ ഒരു ഭാഗത്ത് മകൻ, ആ മകനാണെങ്കിൽ ഹരിയിലാണ് വിശ്വാസം, ആ ഭക്തിയെ എങ്ങനെയായാലും പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞ് ചണ്ടാമർക്കന്മാരുടെ അടുത്ത് പറഞ്ഞയച്ച് അവർ സ്പെഷ്യലായി പഠിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കും. ആ പരിശോധിക്കുന്ന സമയത്തൊന്നും അച്ഛൻ പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല പറയുക. ഞാനിപ്പോൾ അതൊക്കെ വിവരിക്കുന്നില്ല, നമുക്കതിന് സമയമില്ല. അവസാനം അച്ഛൻ ഈ മകനെ കൊല്ലാമെന്ന് തീരുമാനിച്ച് പല വിധത്തിലും ചട്ടം കെട്ടിയ ആൾക്കാരെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റില്ല. വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാൻ, ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ, സ്നേഹിതന്മാരെ അടുത്തിരുത്തി ഒരേ സോഫയിലിരുത്തി
കടവയറ്റിൽ കത്തി കയറ്റാൻ, പർവ്വതത്തിൽ നിന്ന് താഴെ എറിയാൻ, സമുദ്രത്തിൽ കെട്ടിത്താത്താൻ, തീയിൽ കൊണ്ടിടാൻ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയോഗങ്ങളാണ് ചെയ്തത്. എന്നാലോ ഒന്നും തൻ്റെ പുത്രനിൽ ഫലിച്ചില്ല. അപ്പോൾ എല്ലാ പ്രയോഗങ്ങളും തോറ്റു എന്ന് കണ്ടപ്പോൾ ഹിരണ്യകശിപു നെടുങ്ങിപ്പോയി. ഇത്രയൊക്കെ ഞാൻ ചെയ്തു അവനെ കൊല്ലാൻ, പക്ഷെ അവൻ ചെത്തില്ല. അതുകൊണ്ട് ആ കുട്ടി എന്നെ മറക്കില്ല. ഇത് പിൻവലിക്കാൻ നമുക്ക് സാധിക്കില്ല ഇനി. അതുകൊണ്ട് എന്തായാലും ദുഷ്ടന്മാർ ദുഷ്ടത വിടില്ലല്ലോ, ഞാൻ തന്നെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ വിളിച്ചു. നിനക്ക് എന്നെ ധിക്കരിക്കാനുള്ള ശക്തി എവിടുന്നാടാ കിട്ടണത് എന്നൊരു ചോദ്യം. അപ്പോൾ പ്രഹ്ലാദൻ തൊഴുകയോടുകൂടി പറയുക, എൻ്റെ പൊന്നച്ഛ, എനിക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള ദിക്പാലന്മാർക്കും ഇന്ദ്രനും ചന്ദ്രനും എല്ലാവർക്കും തന്നെയുള്ള ശക്തി കേന്ദ്രം അങ്ങയ്ക്കും കൂടി ശ്രീഹരി മാത്രം. ശ്രീഹരി വിറച്ചു തുടങ്ങി. ആര്? ഹിരണ്യകശിപു. ശ്രീഹരിയോ? എവിടെയാടാ ഹരി? എല്ലാ ദിക്കിലുമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 7 വയസ്സായ കുട്ടിയോട് വാളും പരിചയം കയ്യിലേന്തി മുഷ്ടി ചുരുട്ടിയിട്ടാ ചോദിക്കണത്, എവിടെയാടാ നിൻ്റെ ഹരിന്ന്? ആ കുട്ടി ഒരു വിഷമവും ഇല്ലാതെ ശാന്തസ്വരത്തിൽ പറയണു, എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട്. നിങ്ങൾ എത്ര ആളുണ്ട് ഇങ്ങനെ പറയാൻ ഇവിടെ? ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഓടിയാ പോവും അവിടുന്ന്. നോക്കൂ, ആ കുട്ടി 7 വയസ്സായ കുട്ടിയാണ് ഈ പറയുന്നത്. തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. അച്ഛനാണ് അപ്പുറത്ത്. അവർ തമ്മിലുള്ള വിശ്വാസത്തിൽ ഒരു സംഘട്ടനം വന്നപ്പോൾ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പതറാൻ ആ കുട്ടി കൂട്ടാക്കിയില്ല, അടിയറ വയ്ക്കാനും തയ്യാറായില്ല. നാം അച്ഛനെ ആദരിക്കണം, അമ്മയെ ആദരിക്കണം, സഹോദര സഹോദരിമാരെ ആദരിക്കണം, ഇൻലോസിനെയും ആദരിക്കണം. ഒക്കെ സമ്മതിച്ചു. എങ്ങനെയാണെങ്കിൽ ഈശ്വരനെ ധിക്കരിക്കാത്തവരാണെങ്കിൽ, ഈശ്വര വിശ്വാസത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് അച്ഛനായാലും അമ്മയായാലും ആര് തന്നെ വന്നാലും ശരി, അതിനെ അടിയറ വയ്ക്കാൻ ഒരു ഭക്തൻ്റെ മനസ്സ് സമ്മതിക്കില്ല. എന്താ, ശരിയാണോ? ഈ ലോകം മുഴുവനും തിരിയണത് ആ ഒരൊറ്റ അച്യുതണ്ടിൻ്റെ പേരില്ല. അതിനെ മാത്രം പിടിച്ച് ചോദ്യം ചെയ്യരുത്. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് എന്നൊരു ശ്ലോകം തന്നെ ഭാഗവതത്തിലുണ്ട്. ആ ഗുരു ഗുരുവല്ല, അച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, ഭർത്താവ് ഭർത്താവല്ല, ഗുരു ഗുരുവല്ല. നാം ആരാധിക്കുന്ന ബിംബം വിഗ്രഹം ആ ഈശ്വരൻ ഈശ്വരനല്ല. എങ്ങനെയാണെങ്കിൽ നമോചയേദ്യ സമുപേത മൃത്യും, നമ്മളെ ഭയപ്പെടുത്തുന്ന മരണചിന്തയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് അമരപദം തരാൻ സാധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും അതാത് സ്ഥാനം അർഹിക്കുന്നില്ല എന്ന്. അപ്പം രക്ഷിക്കേണ്ടതായ അച്ഛൻ ഹിംസിക്കാൻ പുറപ്പെട്ടാൽ ഒരു കുട്ടി എന്തു വേണം? റെസിസ്റ്റ് ചെയ്തില്ല. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ല. നമ്മൾ പറയണത് അടിക്ക് തിരിച്ചടി അല്ല, അല്ല, അടിക്ക് തിരിച്ചടി അല്ലാത്തൊരു മാർഗമുണ്ട്. അതാണ് ഭക്തിമാർഗം. അച്ഛൻ കിടന്ന് വിറയ്ക്കണു, തുള്ളണു, അടിക്കണു, വാളൂരണു, കഴുത്ത് വെട്ടാനായി പുറപ്പെട്ടു. ആ അടി നീങ്ങിയത് തൂണിൻ്റെ അവിടേക്കാ, അതുവരെ ആയി. അപ്പോഴും രക്ഷിക്കാൻ സരക്ഷിത രക്ഷതി യോഹി ഗർഭേ, ഗർഭത്തിൽ നമ്മെ ആര് രക്ഷിക്കുന്നുവോ ആ ശക്തി തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കാൻ. അപ്പം മകൻ്റെ അടുക്കിലേക്ക് നീങ്ങിയ ആ കാലടി തൂണിൻ്റെ അടുക്കിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? ഈ തൂണിൽ ഉണ്ടെന്ന് പറഞ്ഞു മകൻ, ഇനി ഇല്ലയെന്ന് തെളിയിക്കേണ്ടത് ഹിരണ്യകശിപുവാ. അതുവരെ അച്ഛനും മകനും തമ്മിലാണ് സംഘട്ടനം, അഭിപ്രായ വ്യത്യാസം, ആശയ സംഘട്ടനം, ഭിന്നാഭിപ്രായം. എപ്പൊരിക്കെ എൻ്റെ ഹരി എല്ലാ ദിക്കിലുമുണ്ട്, തൂണിലുമുണ്ട് എന്ന് പറഞ്ഞുവോ പിന്നെ ചുമതല മുഴുവൻ ഹരിക്കുക. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ച ആത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തന്നെ വിശ്വസിച്ച് ആണയിട്ട ഒരു ചെറിയ കൊച്ചുകുട്ടി 7 വയസ്സ് പ്രായം പറഞ്ഞു എൻ്റെ ഹരി എവിടെയുണ്ടെന്ന്, തൂണിലും ഉണ്ടെന്ന്. ആ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് ആരുടെ ചുമതലയാണ്?
ഭഗവാന്റെ ചുമതലയാ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തൻ ഭൃത്യനിൻ ചൊല്ലിനെ സാർത്ഥമാക്കാൻ, താൻ എങ്ങുമുണ്ടെന്നു വരുത്തിടാനും. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ, ഞാൻ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് തെളിയിപ്പിക്കും വേണം. അതിനെന്താ വഴി? അദൃശ്യത, കാണപ്പെട്ടു. അത്യദ്ഭുതരൂപമുദ്വഹൻ, അത്യദ്ഭുതമായിരിക്കുന്ന ഒരു രൂപം കൊണ്ടാ വന്നത്. എന്താ കാരണം? മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, കാലത്ത് കൊല്ലരുത്, പുറത്ത് പാടില്ല, അകത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, ആകാശത്തിൽ പാടില്ല, തൊട്ടതൊന്നും പാടില്ല എന്ന് പറഞ്ഞൊരു വലിയ പട്ടികയാണ് ആവശ്യപ്പെട്ടത് വരത്തിൻ്റെ രൂപത്തിൽ. ആ ബ്രഹ്മാവ് പമ്പര വിഡ്ഢി എല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തു, രണ്ടെണ്ണെങ്കിലും പിടിച്ചു വെച്ചില്ല. ആ ബ്രഹ്മാവിൻ്റെ വരത്തിൻ്റെ മുമ്പിലാണ് ഇത് മുഴുവനും ഉണ്ടായത്. അപ്പം പിന്നെ എന്താ വഴി? ഒരു വഴിയില്ല. അപ്പോൾ ഒരു പുതിയ അവതരണം അവിടെ ഉണ്ടായത്. എന്താ അത്? ന മൃഗം ന മാനുഷം, മനുഷ്യനുമല്ല മൃഗവുമല്ല. അങ്ങനെ ഒരു നരസിംഹരൂപത്തിൽ അവിടെ വന്ന് മകൻ്റെ മുൻപിൽ തന്നെ രണ്ടാളും കൂടി പടപൊരുതി ഹിരണ്യകശിപുവിന് വേണ്ടത്ര ഞാൻ എതിർത്തു പിടിച്ചു എന്നൊക്കെ ബോധ്യം വരുന്നത് വരെ കൊടുത്ത് അവസാനം ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കുന്തണ്ട്, വാളുണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്, പരിചയുണ്ട്, സർവ്വതുമുണ്ട്. നരസിംഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ദംഷ്ട്രവും നഖവും മാത്രമേ ഉള്ളൂ. പാവം കുറേയൊക്കെ കൊണ്ടു ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ നിന്ന്. ഒരിക്കൽ പിടിച്ചു വിട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് മാന്തി പൊളിച്ച് വയറിൽ നിന്ന് കുടലെടുത്ത് ആ രക്തപങ്കിലമായ കുടൽ കഴുത്തിട്ട് സിംഹാസനത്തിൽ അവിടെ ചെന്നങ്ങോട്ട് ഇരുന്ന് നെടുവീർപ്പിട്ടു. അത്യുഗ്രമായിരിക്കുന്ന ഒരു രൂപം, കണ്ടിട്ടൂല്ല, കേട്ടിട്ടൂല്ല. ആരുണ്ട് പോവാൻ? ഹിരണ്യകശിപു ആണെങ്കിൽ മരിച്ചു, കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഉഗ്രതയുടെ ആവശ്യമില്ല. ഈ ഉഗ്രമൂർത്തിയെ ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ. അതിനെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഞാൻ അങ്ങോട്ട് പോവില്ലേ, നല്ല സമയത്തൊക്കെ ഞാൻ പോവാം, ഈ ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല എന്ന്. മഹാലക്ഷ്മിക്ക് പോവാൻ വയ്യാന്ന്. ബ്രഹ്മാവ് ഭാര്യം ആലോചിച്ചു എന്താ വേണ്ടതെന്ന്. ഇത് ഏത് കൊച്ചന് വേണ്ടിയിട്ടാണോ ഈ രൂപമുണ്ടായത് ആ കൊച്ചനെ തന്നെ പറഞ്ഞയക്കുകയാണ്. പ്രഹ്ലാദ, നീ ഒന്ന് ചെല്ലില്ലേ? ഒരു കൂസലുമില്ല, കയ്യും വീശി ടപ്പെന്ന് പോയി ആ കുട്ടി. എന്നിട്ട് ആ പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട് ഒരു 43 ശ്ലോകത്തിൽ നരഹരിയെ. ഭാഗവതത്തിലുള്ള ഏറ്റവും ആസ്വാദ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ആ സ്തുതി എന്ന് പറഞ്ഞാൽ. വെറും സ്തുതിയല്ല, അങ്ങ് കാണാൻ നന്നായിരിക്കുന്നുണ്ടല്ലോ, തലമുടി നല്ലത്, അങ്ങനെയുള്ള സ്തുതിയല്ല. സ്തുതി പലതരത്തിലാണ്. നമ്മുടെ ഭാഗവതം നമ്മെ എന്തൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് മുഴുവനും പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ്. അതിൽ ഒരു ശ്ലോകം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിർത്താം. പറയട്ടെ. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. വലിയൊരു ശ്ലോക, നിങ്ങളൊക്കെ എഴുതിയിട്ട് പഠിക്കണത്. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ. ഭഗവാനെ, അങ്ങ് ലോകത്തിൻ്റെ എല്ലാം മഹാപ്രഭുവാണ്. ആ മഹാപ്രഭുവായിരിക്കുന്ന അങ്ങ് സ്വയം തൻ്റെ ലാഭത്താൽ തന്നെ പരിപൂർണനാണെന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉപയോഗിച്ചിരിക്കുന്ന പദം നിജലാഭപൂർണ. നിജം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ, തനിക്കുള്ള ആ മഹത്വത്താൽ, മേന്മയാൽ, പൂർണ്ണതയാൽ സ്വയം പൂർണ്ണനാണ് അങ്ങ്. അങ്ങനെ സ്വയം പൂർണ്ണനായിരിക്കുന്ന അങ്ങയ്ക്ക് ഒരാളുടെയും മാനമോ സത്കാരമോ പൂജയോ ആരാധനയോ നിവേദ്യമോ ആവശ്യമില്ല. കേട്ടുവോ? സമ്മതിക്കുന്നുണ്ടോ? ഭഗവാൻ പരിപൂർണനാണ്. ആ പരിപൂർണനായ ഭഗവാൻ നമ്മുടെ ആരാധനയോ മാനമോ സത്കാരമോ ആവശ്യമുണ്ടോ? എന്താ മിണ്ടാതെ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ പൂർണ്ണനല്ല. എത്ര ആൾ പൂജിക്കുന്നുണ്ട്? പൂജിക്കാത്ത ആൾക്കാരോ? നിങ്ങൾ എന്നെ എന്നും പൂജിക്കുമോ? ഉള്ളപ്പോൾ കൊടുക്കും, അപ്പോൾ ഇല്ലാത്തപ്പോൾ വയറ് വീർക്കാൻ എന്തു ചെയ്യും? നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ. എന്നാൽ അങ്ങയെ പലതരത്തിലും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ആരാ? അവിദുഷഃ. ഒന്ന് പറയിൻ. അവിദുഷഃ.
പറയൂ, അതും അറിയില്ലേ? അവിദുഷഃ എന്താ വാക്കിനർത്ഥം? ഭഗവാൻ ആര് എന്ത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കാതെ അറിവില്ലാത്തവരുണ്ടല്ലോ, ആ അറിവില്ലാത്തവരാണ് ഛപ്പന്ന ഭോഗ് തയ്യാറാക്കുന്നത്. ഭഗവാൻ ഇതൊക്കെ കൊടുക്കണം എന്ന് അവർ വിചാരിച്ചങ്ങോട്ട് കൊടുക്കുക. അദ്ദേഹത്തിന് ഇത് വല്ലത് ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ കൊടുക്കണതൊക്കെ ഊണ് കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കൊടുക്കുന്നു വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ കൊടുക്കണ ക്വാണ്ടിറ്റിയൊക്കെ കുറയും. അത് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ കൊടുക്കണതൊക്കെ മേടിക്കുകയാണെങ്കിലോ? അപ്പം മേടിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള അന്വേഷണം CID വരെ വരും അവിടെ. ഈ ഭഗവാൻ ഇത് മുഴുവൻ മേടിച്ച് എവിടെയാണ് കൊണ്ടുവയ്ക്കണത്? ഈ അപ്രത്യക്ഷമായ സമ്മതിക്കില്ല എന്ന് കിർലിൻ ഫോട്ടോഗ്രാഫിയൊക്കെ ആയി പിന്നെ അവിടെ. അപ്പം നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ, അറിവില്ലാത്തത് കൊണ്ടാണ്. മാനം ജനാത് അവിദുഷ കരുണോ വൃണീതേ. അങ്ങനെ അറിവില്ലാത്തവരെ അങ്ങയ്ക്ക് തരുന്ന സത്കാരങ്ങളും മാനങ്ങളുമെല്ലാം അങ്ങ് സ്വീകരിക്കണ മാതിരി തോന്നുന്നു. എന്താ കാരണം? അങ്ങയുടെ കാരുണ്യം കൊണ്ട്. എന്നാൽ ഇത്ര വിശേഷപ്പെട്ട ഒരു സംസ്കാരം ഭഗവാന് നമ്മൾ കൊടുക്കണതൊന്നും ആവശ്യമില്ല എന്നതാണ് സത്യമെങ്കിൽ, ഇങ്ങനെ പലതും കൊടുത്ത് നമ്മൾ ക്ഷേത്രം കെട്ടി സ്വർണം പൂശി ഇങ്ങനെ പലതരത്തിലും പലതും ചെയ്യുന്നുണ്ടല്ലോ. ഈ ചെയ്യുന്നത് മുഴുവൻ എന്തിനാന്ന് ചോദിച്ചാൽ അതിലുണ്ട് ഒരു സത്യം. ആ സത്യം എന്താ? യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം. ഭഗവാന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം മാനമോ സത്കാരമോ സഹസ്രനാമമോ പൂജയോ നിവേദ്യമോ ആഭരണമോ ആഡംബരമോ എഴുന്നള്ളിപ്പോ എന്തെല്ലാം നടത്തുന്നുണ്ടോ തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. അത് മുഴുവനും ആരാധന ആരാ നടത്തുന്നത്? നിങ്ങൾ. അപ്പം നിങ്ങളുടെ ആരാധന ആദ്യത്തിലും ഒടുക്കത്തിലും ആർക്കാ പ്രയോജനപ്പെടേണ്ടത്? എന്താ മിണ്ടാത്തെ? നിങ്ങൾ ഊണ് കഴിക്കുന്നത് ചോറിന് വേണ്ടിയിട്ടാ? അടുക്കളയ്ക്ക് വേണ്ടിയിട്ടാണോ? ചരക്കിനും പാത്രത്തിനും വേണ്ടിയിട്ടാണോ? അപ്പം നിങ്ങൾ നല്ല സാധനങ്ങൾ വേണ്ടി വെച്ച് കഴിഞ്ഞ് ഊണ് കഴിച്ചാൽ നിങ്ങൾക്ക് ന്യൂട്രീഷനും ആരോഗ്യവും കിട്ടുന്നത് പോലെ ഭഗവാന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നത് മുഴുവനും കർത്താക്കളായിരിക്കുന്ന നിങ്ങളുടെ തന്നെ നന്മയ്ക്കും മംഗളത്തിനും വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. ഏതുപോലെ? പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള പല വിഭവങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെയാ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ്. എന്നാൽ ഈ മിറർ, കണ്ണാടി ഉണ്ടല്ലോ, ചില്ല്, അത് ഏതിൽ പെടും എന്നുള്ളത് ഇപ്പോഴും തീർച്ചയാക്കിയിട്ടില്ല അത്രേ. അങ്ങനെ എന്നോടൊരാൾ പറഞ്ഞത് തീർച്ചയാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ആ മിറർ മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ പിന്നിൽ മെർക്കുറി പുരട്ടി അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് നാം തൂക്കണോ അല്ലെങ്കിൽ മേശയിൽ സ്ഥാപിക്കണോ. എന്തിനു വേണ്ടിയിട്ടാ? മിററിന് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടോ? എന്നാൽ അതിൻ്റെ മുൻപിൽ ചെന്ന് നിന്നാൽ ഉടനെ പ്രതിബിംബം കണ്ടു. ആ പ്രതിബിംബം കാണുന്നതാണ് നമ്മുടെ മുഖം കാണുന്നത്. എന്നിട്ട് ആ മുഖം ഇങ്ങനെ ഷെയ്വ് ചെയ്യും. അവിടെ നോക്കിയിട്ടാണ് ഷെയ്വ് ചെയ്യണത്. ഇവിടെ നോക്കിയിട്ട് പറ്റില്ലല്ലോ. ആ ഷെയ്വ് ചെയ്താൽ വീണത് എവിടെയാ? നമ്മുടെ മുഖത്തിൽ. അപ്പം പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. നാം കാണുന്ന ആ പ്രതിമുഖത്തിൽ എന്തെല്ലാം അലങ്കാരങ്ങളോ മറ്റോ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും വീഴുന്നത് നമ്മുടെ മുഖത്തിലാണ്. അതുപോലെ ഭഗവാന് നിങ്ങൾ ചെയ്യുന്ന സ്തുതികൾ മുഴുവനും പ്രയോജനപ്പെടുന്നതും നന്മ വരുത്തുന്നതും സമ്പന്നമാക്കുന്നതും സ്തുതിക്കുന്ന നിങ്ങളെയാണെന്ന് കേൾക്കുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് എന്തിനാ ക്ഷേത്രം, ഹിന്ദുക്കൾക്ക് എന്തിനാ ഐഡൽ വർഷിപ്പ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വരട്ടെ എൻ്റെ മുമ്പിൽ അവർ. ഞങ്ങൾ എത്രയും ക്ഷേത്രം കെട്ടും, എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും ചെയ്യും. നിങ്ങൾ ക്രിക്കറ്റ് ഗ്രൗണ്ട്സ് ഉണ്ടാക്കുന്നില്ലേ? ഫുട്ബോൾ ഗ്രൗണ്ട്, സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ടല്ലോ കളിക്കാൻ. ഞങ്ങൾക്ക് കളിക്കണം, ഭക്തിക്കളി കളിക്കണം. അതിന് എന്തൊക്കെ വേണോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഇതിന്ന് ഒരു പൊട്ട് സ്വർണവും കൂടി കിട്ടണില്ല, ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിഗ്രഹാരാധന എന്നൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഞാൻ ഭാഗവതത്തെ മുൻപിൽ വെച്ചുകൊണ്ട്. ഇത് നല്ലതോ ചീത്തയോ? ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. നമ്മളൊരു കല്ലിൻ്റെയോ പടത്തിൻ്റെയോ മുൻപിൽ ചെന്ന് പടേന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നില്ല. കല്ലേ എന്ന് പറഞ്ഞ് ഭഗവാനെ, സർവ്വവ്യാപിയായ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നത്. കല്ലിനെയല്ല നമ്മൾ നമസ്കരിക്കുന്നത്. ആ കല്ലിന് ചന്ദ്രൻ ചാർത്തുമ്പോൾ നമ്മൾ ഭഗവാന് ചാർത്തുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ചാർത്തുന്നത്. കല്ലല്ലാതെ വേറെ ഒരെണ്ണം കിട്ടില്ല. അവരൊരു ഭഗവാനെ കൊണ്ടു തരട്ടെ എനിക്ക് ചാർത്താൻ.
ഭഗവാൻ ചിദാകാശം പോലെയുള്ള ഒരു സാധന, അതിൽ ചാർത്തലൊന്നും ഏശില്ല. ഇതാണ് കാര്യം. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. ഇത് പ്രഹ്ലാദൻ സ്തുതിക്കുന്നതിൽപ്പെട്ടതാണ്. ഇനിയൊരു ശ്ലോകം നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ചാഗതമുദന്വതി മജ്ജതോ നൗഹു തപ്തസ്യ യത്തത്പ്രതിവിധിഃ യൈഹാഞ്ജസേഷ്ഠഃ താവദ്വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. ഞാനിത് ആദ്യമായിട്ട് വായിച്ചപ്പോൾ എങ്ങനെയാ വേദവ്യാസർ ഇത് എഴുതിയെന്നാണ് എനിക്ക് തോന്നിയത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. അല്ലേ നരസിംഹമേ, പറന്നു വീണ കുട്ടിക്ക് ഈ ലോകത്തിൽ അച്ഛനമ്മമാരല്ല ശരണം എന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? കുട്ടിക്ക് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് പ്രതികരണം? നോക്കൂ, നമ്മുടെ ശാസ്ത്രം പറയുന്നത് ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ചാഗതമുദന്വതി മജ്ജതോ നൗഹു. സൂക്കേട് പിടിച്ച് കിടക്കുന്നവന് മരുന്നുമല്ല പ്രതിവിധി. സമുദ്രത്തിലോ വെള്ളത്തിലോ ചാവാൻ പോകുന്നവന് ബോട്ടും കിട്ടില്ല ആശ്രയമായിട്ട്. തപ്തസ്യ തത്പ്രതിവിധി യഹിഹാഞ്ജസേഷ്ഠഃ. ഇതെല്ലാം ഉപയോഗപ്രദമാകണം എന്നുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങ് രക്ഷിക്കണം എന്ന് തീരുമാനിച്ചാലേ ഈ രക്ഷാകവചങ്ങളോ രക്ഷാമാധ്യമങ്ങളോ ഉപയോഗപ്പെടൂ. അതല്ലെങ്കിൽ ഒക്കപ്പാട് കൂടി കുളത്തിലിറങ്ങും. പെറ്റുവീണ കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം എന്നിതാ വേദവ്യാസരും ഭാഗവതരും ശ്രീമദ് ഭാഗവതവും ഉറക്കെ ഉച്ചൈസ്തരം ഘോഷിക്കുന്നു. മലേഷ്യയിൽ വെച്ച് എനിക്കൊരു എമർജൻസി ഓപ്പറേഷൻ നടന്നു. അപ്പം മാജി കൂടെ ഉണ്ടായിരുന്നു, വേറെ ചിലരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാൻ, ഞാൻ കൊണ്ടുവരേണ്ട ചുമതല അവർക്കല്ലേ. എന്താ നിങ്ങൾ മിണ്ടാതെ? നിങ്ങൾക്കെന്താണല്ലേ അതിൽ? മിണ്ടാതെ ഇരിക്കും, സ്വല്പമെങ്കിലും ഭയപ്പെടരുത്. നടക്കട്ടെ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാണാം. നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ജാഗതമുദന്വതി മജ്ജതോ നൗഹു തപ്തസ്യ യത്പ്രതിവിധിർ യൈഹാഞ്ജസേഷ്ഠഃ താവദ്വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, അങ്ങ് രക്ഷിച്ചാലോ പിന്നെ ഒന്നും ഒട്ടും ആവശ്യമില്ല. ഇതാണ് ഭക്തി. കൊച്ചു പ്രഹ്ലാദൻ നരസിംഹത്തിനെ സ്തുതിക്കുന്ന ഭാഗമാണിത്. എന്നിട്ട് അത് ഞാൻ നാളെ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് മഹാവിഷ്ണുവിന് സന്തോഷമായി. നീ എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞത് വളരെ തെറ്റായിപ്പോയെന്ന്. എന്ത് എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന്. ഇതാണ് ഭക്തനുള്ള സ്വാതന്ത്ര്യം, ഭക്തൻ്റെ പരിശുദ്ധി, ആ ആത്മാർത്ഥത. നിങ്ങൾ ഒരൊറ്റ ആൾ ഭഗവാനെ പേടിക്കരുത്. പേടിക്കാൻ അനവധി സംഗതികളുണ്ട് ഇവിടെ. ആ ലിസ്റ്റിൽ ഭഗവാനെ ഉൾപ്പെടുത്തണ്ട. സർവ്വ പേടിയും തീരാനാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് എത്രത്തോളം കാലം നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ, ലോകമല്ല പരലോകത്തിലുള്ള ഒന്നിനെയും പേടിക്കരുതപ്പാ, പേടിക്കരുത്, അരുത്. ഈശ്വരൻ എന്ന് പറയുന്ന ആ 3 അക്ഷരം മതി നമ്മളെ രക്ഷിക്കാൻ. രക്ഷാകവചം അതാണ്, ലൈഫ് ഇൻഷുറൻസ് അല്ല. ലൈഫ് ഇൻഷുറൻസ് മരിച്ചതിന് ശേഷം കിട്ടാൻ വല്ലവർക്കും കൊടുക്കാനാ. നമുക്കിവിടെ ആവശ്യം മനസ്സിനാണ് ഇൻഷുറൻസ്, ജീവനാണ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് ഇതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ജാഗതമുദന്വതി മജ്ജതോ നൗഹു തപ്തസ്യ തത്പ്രതിവിധിഃ യൈഹാഞ്ജസേഷ്ഠഃ താവദ്വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം.
ഇത് പ്രഹ്ലാദൻ്റെ ചരിത്രം, അത് മുഴുവൻ നാളെ പറയാം. അത് കഴിഞ്ഞ് വസുദേവൻ, കൃഷ്ണൻ്റെ തന്നെ അച്ഛൻ, മഹാവിഷ്ണുവിനെ പ്രസാദപ്പെടുത്തി മുൻപിൽ നിന്നു. എന്നിട്ട് എനിക്ക് വലിയ ഒരു അമളി പറ്റി, ആ അവസരം ഞാൻ പാഴാക്കി നാരദ മഹർഷിയെ, ആ സങ്കടത്തിൽ ഞാൻ കിടന്ന് ഉഴലാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ഭാഗം. പിന്നെയോ ഉദ്ധവൻ, കൃഷ്ണനോടുകൂടി വളരെ കാലം കഴിഞ്ഞ ഉദ്ധവൻ, കൃഷ്ണൻ ശരീരം വിട്ടു പോണു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെന്ന് സങ്കടം പറഞ്ഞു, എനിക്കിത് സഹിക്കുകയ്യാന്ന്. അപ്പോൾ കൃഷ്ണൻ സംസാരിക്കുന്ന ഭാഗമാണ് മുക്തിസുധാകരത്തിൽ ഞാൻ പറയുന്നത്. അതിൻ്റെ ആ കുറച്ച് ഭാഗം മുൻപിലത്തതെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആദ്യമായിട്ടൊരു ശ്ലോക ഷട്കം എന്ന് പറയുന്ന ഒരു 6 ശ്ലോകം 7 ശ്ലോകം പറയുണ്ടായി. ആ ഒരു ഭാഗവും കൂടി നാളെ എടുക്കാൻ സമയം കിട്ടുമെന്ന് വിചാരിക്കണം, അതങ്ങ് പറഞ്ഞു നിർത്താം. അപ്പോൾ ഇത് ഉദ്ധവൻ നരസിംഹത്തോട് സംസാരിച്ച ഈ ഭാഗം ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങ് എന്നോട് വരം സ്വീകരിക്കാൻ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന്. പ്രഹ്ലാദൻ, ഞാൻ എന്താ പറഞ്ഞേ? ധ്രുവനല്ല, പ്രഹ്ലാദൻ. തെറ്റായിപ്പോയി എന്നാണ് 7 വയസ്സായ കുട്ടി പറയണത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പ്രബുദ്ധരാകൂ, ഭക്തിയെ സമ്പന്നമാക്കി തീർക്കൂ, നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, മനസ്സ ആലിംഗനം ചെയ്യുന്നു. നിർത്താം. അദ്വൈതബോധാബ്ജസഹസ്രരശ്മി ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി ഞാൻ ആദ്യം പറഞ്ഞു തന്നമാതിരി കൈകോർത്ത് വെച്ച് മടിയിൽ വെച്ച് ഇതാ ഓ ഹരി ഓം തസ്സത്.